أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്ത്. അതിൽ പുനർജന്മത്തെ പറ്റിയൊക്കെയാണ് ഒരുപാട് വിശദീകരണങ്ങൾ റാസിയിൽ വരുന്നത്. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. വബശ്ശിരില്ലദീന, അങ്ങ് സന്തോഷവാർത്ത അറിയിക്കണം. അല്ലദീന, ഒരുത്തർക്ക്, ആമനു വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നബിയെ അങ്ങ് സന്തോഷമറിയിക്കുക. എന്താണ് സന്തോഷം? അന്നലഹും, അവർക്കുണ്ട്, ജന്നാത്തിൻ, തോട്ടങ്ങളുണ്ട്, തജിരി മിൻ തഹ്തിഹാ അൽ അൻഹാറു, അതിൻ്റെ അടിഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന തോട്ടങ്ങൾ അല്ലെങ്കിൽ സ്വർഗങ്ങൾ അവർക്കുണ്ട്. കുല്ലമാ റുസിഖു മിൻഹാ, അതിൽ നിന്ന് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, മിൻ സമർത്തിൻ, ഏതൊരു ഫലവും, റിസ്കൻ, ആഹാരമായിട്ട് നൽകുമ്പോഴെല്ലാം, ഖാലു, അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു, ഇത് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണല്ലോ എന്ന്, ഇത് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണെന്ന്. ഖാലു ഹാദല്ലദീ റുസിഖ്നാ വഉതു ബിഹി മുതശാബിഹ, അവർക്കെന്താണ്? പരസ്പരം സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടതാണ്, അതിനെ കൊടുക്കപ്പെട്ടതാണ്. വലഹും ഫിഹാ അസ്വാജം മുത്തഹറ, അവർക്ക് അവിടെ മുത്തഹറത്തായ ഇണകളുണ്ട്, പരിശുദ്ധരാക്കപ്പെട്ട ഇണകളുണ്ട്. വഹും ഫിഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളാണ്. അപ്പോൾ നിത്യവാസികൾ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് സ്വർഗമുണ്ട്. അതിലെന്തൊക്കെ ഉണ്ടാകും? അതിൻ്റെ താഴ്ഭാഗത്തു കൂടി, അടിയിലൂടെ അല്ലെങ്കിൽ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നു, അല്ലെങ്കിൽ അരുവികൾ ഒഴുകുന്നു. അവർക്ക് ആഹാരം നൽകുമ്പോഴൊക്കെ അതിൽ നിന്ന് അവിടെ അവർക്ക് ആഹാരം നൽകുമ്പോഴെല്ലാം, ഏതൊരു പഴത്തിൽ നിന്ന് ആഹാരം നൽകുമ്പോഴെല്ലാം അവർ പറയും, ഇത് ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണല്ലോ എന്ന്, മുമ്പ് നൽകപ്പെട്ടല്ലോ എന്ന്. അപ്പോൾ അവർക്ക് നൽകപ്പെട്ടത് എങ്ങനെ? അതിന് നൽകപ്പെട്ടത് പരസ്പര സാദൃശ്യമുള്ളതായിട്ട് നൽകപ്പെട്ടതാണ്. പിന്നെ അവർ അതിലെന്താണ്? ഇണകളുണ്ട്. വലഹും ഫിഹ അസ്വാജ്, ഇണകളുണ്ട്, മുത്തഹറത്തായ ഇണകളുണ്ട്, അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും എന്നും പറഞ്ഞു. നമുക്ക് ആദ്യമായിട്ട് ജലാലൈനി ഒന്ന് നോക്കാം. ജലാലൈനിയിൽ അതിൻ്റെ അർത്ഥം ശരിക്കും പറയുമല്ലോ. ബഷീറുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, അവിടെ ബഷീർ എന്ന് വെച്ചാൽ അഖ്ബിർ, അങ്ങ് വാർത്ത അറിയിക്കുക എന്ന്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, അല്ലദീന ആമനു സദ്ദഖു ബില്ലാഹ്, അള്ളാഹുവിനെ വാസ്തവമാക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക്. മിനൻ ഫുറൂദി വൻ നവാഫിൽ, സൽക്കർമ്മങ്ങൾ ഏതാ? ഫർളുകളും സുന്നത്തുകളാണ്. എന്തുകൊണ്ട് സന്തോഷാർത്ഥം അറിയിക്കണം? ബി അന്നലഹും എന്നാണ്. ബി അന്നലഹും ബി കളഞ്ഞു അല്ലേ. ബി അന്നലഹും, അവർക്കുണ്ട്, ജന്നാത്തിൻ, തോട്ടങ്ങൾ, ഹദായിക്ക്, തോട്ടങ്ങൾ വെച്ചാൽ അദാത്തി അഷ്ജാരി വ മസാക്കന, വീടും വൃക്ഷങ്ങളൊക്കെ ഉള്ള തോട്ടങ്ങളെന്നാണ്. തജ്രീമിൻ തഹ്തിഹ ഐ തഹത്തി അഷ്ജാരിഹ വ ഖുസൂരിഹ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി ഒലിക്കുന്നു, നദികൾ ഒലിക്കുന്നു വെച്ചാൽ എന്താ? ആ കൊട്ടാരങ്ങളുടെയും ആ മരങ്ങളുടെയും താഴ്ത്തുകൂടി നദികൾ ഒഴുകുന്നു എന്നാണ്, വെള്ളം ഒഴുകുന്നു. വൻ നെഹ്റു മൗദൂല്ലതി അജ്രീഫിൽ മാവ്, എന്താണ് നെഹ്റ്, പുഴ എന്ന് വെച്ചാൽ അൽ മൗദൂല്ലതി യജ്രീഫിൽ മാ, വെള്ളം ഒലിക്കുന്ന സ്ഥലത്തിനല്ലേ പുഴ എന്ന് പറയാം. കാരണം എന്നൽ മാ യൻഹറു ഐ യഹ്ഫിറഹു, വെള്ളം അതിനെ കുഴിക്കും. കാരണം യൻഹറു എന്ന് വെച്ചാൽ യൻഹറു ഐ യഹ്ഫിറുഹുന, വൈസ്നാദുൽ ജരീലഹി മജാസാണ്. ജറീനെ വെള്ളം ഒഴുക, അതിലേക്ക് ചേർക്കലും മജാസായിട്ട് പറഞ്ഞാണ്. വെള്ളം ഒഴുകുന്നു,
അല്ലേ? എന്നാൽ തജ്രീമിൻ തഹ്തിൽ അൻഹാർ, നദികൾ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ നദികളിൽ കൂടി വെള്ളം ഒഴുകുന്നതല്ലേ. അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകും. നദികൾ എങ്ങനെ ഒഴുകുക? നദികളിൽ വെള്ളമല്ലേ ഒഴുകുക. അപ്പോൾ അവിടെ മജാസ് ഉണ്ട്. കുല്ലമാ റുസിക്കുമിൻ, അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, ഉത്തൈമുമിൻ തിൽക്കൽ ജന്നാത്ത്, ആ തോട്ടങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കപ്പെടുമ്പോഴെല്ലാം, മിൻ സമറത്തിൻ, ഏതൊരു ഫലവും ഭക്ഷിക്കപ്പെടുമ്പോഴെല്ലാം, കാലു അവർ പറയും ഹാദല്ലതി ഐ മിസ്ലുമാ അല്ല മിസ്ലു റുസിഖ്നാമിൻ കബുലു, ഇതുപോലത്തെ ഞങ്ങൾക്ക് ഭക്ഷിക്കപ്പെട്ടല്ലോ മുമ്പ്, ഈ കബലഹു മുമ്പ് ഫിൽ ജന്ന, സ്വർഗത്തിൽ. കാരണം എന്താണെന്നറിയാം? അതിൻ്റെ ഫലങ്ങൾ ദി തശാബി സിമാരിയാബി ഖരീനത്തി, അതിൻ്റെ പഴങ്ങളൊക്കെ സാദൃശ്യതയുണ്ട്, കരീനത്ത് കൊണ്ട് സാദൃശ്യമുണ്ട്. അത് തശാബി സിമാരിഹാണ്, അതിൻ്റെ പഴങ്ങൾക്കൊക്കെ സാദൃശ്യതയുണ്ട്. അത് ബി കരീനത്തി ഔത്തൂബിഹി എന്ന് പറഞ്ഞില്ലേ. ബൗത്തൂബി അവർക്ക് അതിന് നൽകപ്പെട്ടു, ജിഊബി ജിസിക്ക്, അവർക്ക് ആ ജിസിക്കിന് നൽകപ്പെട്ടത് മുത്തശാബിയായിട്ടാണ്. യുഷ്ബി ബാലുഹു ബാലൻ, ലൗനൻ, നിറം ഒന്നൊന്നിനോട് തുല്യമാണ്, പക്ഷേ വയഖ്തലിഫു തഅമ, രുചി വ്യത്യാസമുണ്ടാകും. വലവും വിഹാസുവാജം മിനൽ ഹൂറി വൈരിഹ, അവർക്ക് അവർ ഭാര്യമാരുണ്ട്, ഹൂർലിങ്ങളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും, മുത്തഹറത്തൻ, പരിശുദ്ധരായ, മിനൽ ഹൈദിൽ നിന്നും, കുല്ലു ഖദറിൻ, എല്ലാ മ്ലേച്ഛങ്ങളിൽ നിന്നും പരിശുദ്ധരായ ഭാര്യമാരുണ്ടാവും. ബഹും വിഹാ ഖാലിദുൻ, അവർ അതിൽ നിത്യവാസികളാണ്. ഐ മാക്കിസൂന അബദൻ, കാലാകാലം താമസിക്കുന്നവരാണ്. ലായഫിന ഊന, അവർ നശിക്കൂല. വല യഹ്റുജൂന, അവർ അവിടെ നിന്ന് പുറത്തു പോകുകയില്ല. അത് നസല, ഇത് ഇറങ്ങിയത് റദ്ദ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ആരെ റദ്ദ് ചെയ്യാനാ? ഖൗലി, യഹൂദികളുടെ കൗല്, ലമ്മാ ലറബല്ലാഹുൽ മസല ബി ദുബാബി, ദുബാബിനെ അള്ളാഹ് ഉപമിച്ചപ്പോൾ, ലറബല്ലാഹു മസല ബി ദുബാബി കൗലി വൈൻ യസ്ലുബുക്കും ദുബാബ് ഷൈഅൻ വൽ അങ്കബൂത്ത് ഫി കൗലി കമസൽ അങ്കബൂത്ത് മാറാല്ലാഹു ബിദിക്കി അൽ അശ്യ അൽ ഖസീസത്തി ഫൻസലല്ലാഹ്. ഈ മ്ലേച്ഛമായ, ഈ നിന്ദ്യരായ വസ്തുക്കളെ കൊണ്ട് അള്ളാഹ് എന്ത് ഉദാഹരണമാണ് പറയുന്നതെന്ന് യഹൂദികൾ ആക്ഷേപിച്ചപ്പോഴാണ്. ഇനി അടുത്തതാണ് അല്ലേ, വനസല റദ്ദൻ, ഇനി അടുത്തത് ഇനി പറയും. അതവിടെ കഴിഞ്ഞിട്ടോ. ഇനി വേറെ അടുത്ത ആയത്തുകളുടെ വിഷയമാണ് പറയുന്നത്, 26-ാമത്തെ. അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ ഇബ്നു കസീർ റാസി, തഫ്സീറു റാസിയിലേക്കാണ് വരുന്നത്. റാസി പരിശോധിക്കാം. അപ്പോൾ പുനർജന്മത്തെപ്പറ്റി ഒരുപാട് തെളിവുകൾ ഇതിൽ പറയുന്നുണ്ട്. അൽ കലാമു ഫിൽ മആദ്, പുനർജന്മത്തിലാണ് സംസാരം. മടക്കത്തെപ്പറ്റി ഇനി മരണശേഷം വീണ്ടും പുനർജന്മമുണ്ട്. ഖൗലുഹു തആല, അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും തോട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഈ നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ, അത് ആ കൗൽ. ഏലം നീ അറിയണം, അന്നഹു സുബ്ഹാനഹു തആല, അല്ലാഹു തആല ലമ്മാ തകല്ലമ ഫി തൗഹീദി, അള്ളാഹ് തൗഹീദിൽ സംസാരിച്ചു. മുമ്പുള്ള ആയത്തുകളിൽ തൗഹീദിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ തെളിവുകളൊക്കെ റാസിയിൽ പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ തെളിയായി വന്നാസുബുദു റബ്ബക്കും 21-ാമത്തെ ആയത്തിലൊക്കെ പറഞ്ഞല്ലോ. പിന്നെ പറയുന്നത് തൗഹീദ് നുബുവത്തിലൊക്കെ സംസാരിച്ചപ്പോൾ തക്കല്ലം വാദഹുമ, ഇത് രണ്ടിന് ശേഷം അള്ളാഹ് സംസാരിക്കണം. ഫിൽ മആദിനെ പറ്റി സംസാരിക്കണം. മആദ് അതായത് മടക്കത്തെ പറ്റി. വബയ്യന ഇഖാബൽ കാഫിരി വ സവാബൽ മുത്തയി, അവിശ്വാസികളുടെ ശിക്ഷയെയും വ്യക്തമാക്കുന്നു. വ സവാബൽ മുത്തയി, വഴിപ്പെട്ടവൻ്റെ പ്രതിഫലവും അള്ളാഹ് വ്യക്തമാക്കുന്നു. വമിന് ആദത്തില്ലായി തആല, അള്ളാഹിൻ്റെ പതിവാണ്, അന്നോ ഇദാ ദക്കറ ആയത്തൻ ഫിൽ വഈദി, അള്ളാഹ് ഒരു വഈദിൽ ഒരായത്ത് പറഞ്ഞാൽ യുഖിബ, അതിന് ഉടനെ പറയും ബി ആയത്തിൻ ഫിൽ വഈദി, വഈദിൽ ഒരായത്ത് പറയും. അതായത് ഒരു ഭീഷണി, നരകം കൊണ്ട് ഭീഷണിപ്പെടുത്തിയ പിന്നെ അപ്പം തന്നെ അള്ളാഹ് എന്ത് ചെയ്യും? ഒരു കരാറ്, സ്വർഗം അല്ലേ, വാഗ്ദാനങ്ങൾ അള്ളാഹ് അതിന് തൊട്ട് പുറകെ പറയും. വഹാഉന മസാലി, ഇവിടെ ചില മസാലകളുണ്ട്. അൽ മസലത്തുൽ ഉല, ഒന്നാമത്തെ മസാല ഏതാണെന്നറിയോ? ഒന്നാമത്തെ മസാല, ഏലം നീ അറിയണം, അന്ന മസാലത്തുൽ ഹശ്രി വൽ നശ്രി, പുനർജന്മത്തിൻ്റെ മസാല, മിനൽ മസായിലിൽ മുഅ്തബറത്ത് ഫി സിഹത്തി ദീനി, അത് ദീനിൻ്റെ സീന് സഹിയാണെന്നതിൽ പരിഗണിക്കപ്പെടുന്ന മസാലയിൽപ്പെട്ടതാണ്. വൽ ബാസു അൻ ഹാദിൽ മസാല, ഈ മസാലയെ പറ്റിയുള്ള ചർച്ച, ഇമായഖാൻ ഇംകാനിഹ, ഒന്നുകിൽ അത് സാധ്യമാണ് എന്നതിനെ പറ്റി സംഭവിക്കും, ഔ അൻ വുഖു, അല്ലെങ്കിൽ അത് സംഭവിക്കും എന്നതിനെ പറ്റിയാകാം. രണ്ട് വിധത്തിലാണ് ഈ മസാലയുടെ ചർച്ച. അമൽ ഇംകാനു, അപ്പോൾ സാധ്യതയുണ്ട് എന്നുള്ളത്, ഫജൂസു ഇസ്ബാത്തുഹു,
അതിനെ സ്ഥിരപ്പെടുത്തൽ ജായിസാണ് താറത്തം ബില്ലക്കലി ചിലപ്പോൾ ബുദ്ധി കൊണ്ട് ഒബിൻ നക്കലി ഉഹ്റ മറ്റൊരു സമയത്ത് നക്കല് കൊണ്ടിട്ടുമാണ്. വാമൽ വുഖു അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഫലാ സബീല ഇലൈഹി ഇല്ലാ ബി നഖലി അത് നഖല് കൊണ്ടല്ലാതെ അതിലേക്ക് വഴിയില്ല. നഖല് അള്ളാഹും റസൂലും പറഞ്ഞു തന്നതല്ലാതെ അതിലേക്ക് നമുക്ക് വഴിയില്ല. അത് സാധ്യതയ്ക്ക് നമുക്ക് എന്താ പറയുക ബുദ്ധി കൊണ്ടും നഖല് കൊണ്ടൊക്കെ സമർത്ഥിക്കാം. വൻ അള്ളാഹ ദക്കറ ഹാത്തൈനിൻ മസ്അലത്തൈനി ഫി കിതാബി അള്ളാഹ് ഈ രണ്ട് മസ്അലകളിലും അവൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വബയ്യനൽ ഹഖ ഫിഹിമാ മിൻ വുജൂഹിൻ അവൻ സത്യം വ്യക്തമാക്കി അത് രണ്ടിലും മിൻ വുജൂഹിൻ പല വജുഹുകളിലൂടെയും. അൽ വജുഹുൽ അവൽ ഒന്നാമത്തെ വജുഹ് അന്ന കസീറന്മ വളരെ അധികരിച്ച് ഹക്കാൻ മുൻകിരീന ഇൻകാർ അൽ ഹസ്രി വൻ നസ്രി അള്ളാഹ് എന്ത് ചെയ്തു ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് മുൻകിരീങ്ങളെപ്പറ്റി അഷറിനെയും നഷറിനെയും പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകളെ തൊട്ട് അള്ളാഹ് ഒരുപാട് ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സുമ്മ ഇന്നഹു താല പിന്നെ അള്ളാഹ് ഹക്കം വിധിച്ചു ബി അന്നഹു വാഖിഉൻ കായിനുൻ അത് സംഭവിക്കുന്നതാണ്. മിൻ ഗൈരി ദിക്രി ദലീലി അത് തെളിവൊന്നും പറഞ്ഞില്ല, തെളിവൊന്നും പറയാതെ അള്ളാഹ് പറഞ്ഞു അത് സംഭവിക്കും. വൈന്നമാ ജാത താലിക്ക അത് ജായിസാണ് തെളിവൊന്നും പറയാതെ പറയൽ. കാരണം എന്ന കുല്ലമാലായി തവഖഫു സിഹത്തു നുബുവത്തി റസൂൽ ഒന്ന് മുഴുവനും ലായ തവഖഫു സിഹത്തു നുബുവത്തി റസൂലിൻ്റെ നുബുവത്തിൻ്റെ സിഹത്ത് തവഖുഫാകൂല അലേഹി ആ ഒന്നിൻ്റെ അങ്ങനത്തെ ഒന്ന് മുഴുവനും അംകന ഇസ്ബാത്തുഹു ബി ദലീൽ നഖലി അതിനെ നഖലിയ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ സൗകര്യമാണ്. വാദിൽ മസലത്ത് കദാലിക്ക് അപ്പോൾ ഈ മസല അങ്ങനെ തന്നെയാണ്. നുബുവത്തിൻ്റെ സിഹത്ത് തവഖുഫാകാത്ത മസലയാണത്. അപ്പോൾ ഇത് എന്താണ് ദലീൽ നഖലിയ ദലീൽ കൊണ്ട് മാത്രം സ്ഥിരപ്പെടുത്തലും സാധ്യതയുണ്ട്. അപ്പോൾ ജാസ ഇസ്ബാത്തുഹ ബിൻ നഖലി അല്ലേ അപ്പോൾ നഖല് കൊണ്ട് അതിനെ സ്ഥിരപ്പെടുത്തൽ ജായിസാണ്. മിസാലുഹു മാ ഹക്കമ ഹൗന ബിന്നാരിലിൽ കുഫാരി അതിൻ്റെ ഉപമ ഏതാണ്? അള്ളാഹ് ഇവിടെ പറഞ്ഞല്ലോ നരകമുണ്ട് കാഫിരിങ്ങൾക്കെന്ന് അള്ളാഹ് വിധി പറഞ്ഞതും വൽ ജന്നത്തിലിൽ അബ്റാറി നന്മ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്നും വിധിക്കലാണ്. വമാ ഖാമ അലൈഹി ദലീലൻ അള്ളാഹ് അവിടെ തെളിവ് നിർത്തിയില്ല. മലിക് തഫാബി ദാവ അള്ളാഹ് എന്ത് ചെയ്തു വാദം കൊണ്ടിട്ട് മതിയാക്കി, അതിന് തെളിവൊന്നും പറഞ്ഞില്ല. വമാ ഫൈസ്ബാത്തി സാനിയായി സാനിയുണ്ട് എന്നതിൽ സൃഷ്ടാവുണ്ടെന്ന് സ്ഥിരപ്പെടുത്തുന്നതിൽ വൈസ്ബാത്ത് നുബുവത്ത് സ്ഥിരപ്പെടുത്താനും ഫലം യക്തഫി ബി ദഅവ അള്ളാഹു എന്തെയില്ല അതിൽ ദഅവ കൊണ്ട് മാത്രം മതിയാക്കിയില്ല. ബൽ ദക്കറ ഫീ ദലീൽ അതിൽ തെളിവ് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ തെളിവുകൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. അപ്പോൾ സബബുൽ ഫർഖി മാതക്കറിന് അപ്പോൾ കാരണം ഇവിടെ വ്യത്യാസം എന്താ നാം പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതാണ്. എന്താണ് അവിടെ എന്ത് മതി നഖലിയ ദലീൽ തന്നെ മതി എന്ന് നാം പറഞ്ഞതാണ്. വഖാല ഫി സൂറത്തിൻ നഹ്ലി വസബുൽ ഫർഖി മാതക്കറിന് വഖാല ഫി സൂറത്തിൻ നഹ്ൽ സൂറത്തിൽ അള്ളാഹ് പറഞ്ഞു വഖസമു ബില്ലാഹി ജഹദ ഈമാനിഹിം ലാ യബ്അസുല്ലാഹു മൻ യമൂതു ബല വഅദൻ അലൈഹി ഹഖൻ വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ അങ്ങേയറ്റം അവരെന്ത് സത്യം ചെയ്തു അള്ളാഹിനെ കൊണ്ട് ലാ യബ്അസുല്ലാഹു മൻ യമൂതു മരിച്ചവരെ അള്ളാഹ് ജീവിപ്പിക്കൂലാന്ന് ബല വഅദൻ അലൈഹി ഹഖൻ വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ. വഖാല ഫി സൂറത്തി തഗാബുനിൽ പറഞ്ഞു സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു ഖുൽ ബല വറബ്ബി ലാ തുബഅസുന്ന സുമ്മ ലാ തുനബ്ബഉന്ന ബിമാ അലിംതും അല്ലേ കാഫിരിങ്ങൾ വാദിച്ചു എന്ന് അവരെ പുനർജനിപ്പിക്കപ്പെടുകയില്ല എന്ന് വാദിച്ചു എന്ന്. ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ വജ്ഹ് എന്താണ് അത് പറഞ്ഞ് രണ്ടാമത്തെ വജ്ഹാണ് അൽ വജ്ഹു സാൻ രണ്ടാമത്തെ വജ്ഹ് അന്നഹു തആല അസ്ബത ഇംകാൻ ഹശ്രി വൻ നശ്രി നഷറും ഹഷറും സാധ്യതയുണ്ടെന്ന് അള്ളാഹ് സ്ഥിരപ്പെടുത്തി. ബിനാഅൻ അലാ അന്നഹു തആല ഖാദിറുൻ അത് അള്ളാഹ് കഴിവുള്ളവനാണെന്നതിൻ്റെ മേലെടുത്തതിന് വേണ്ടിയിട്ടാണ്. അലാ ഉമൂരിൻ ചില കാര്യങ്ങൾക്ക് കഴിവുണ്ട്. തുസ്ബിഹുൽ അഷറ വൻ നഷറ നഷറിനോടും ഹഷറിനോടും സാദൃശ്യമാകുന്ന ചില കാര്യങ്ങൾക്ക് അള്ളാഹ് കഴിവുണ്ട് എന്നതിൻ്റെ മേലെടുത്തതിന് വേണ്ടിയിട്ടാണ് അള്ളാഹ് അതിനെ സ്ഥിരപ്പെടുത്തുന്നത്. വഖദ് ഖററ അല്ലാഹു തആല ഹാദിഹി ത്വരീഖത അലാ വുജൂഹിൻ അപ്പോൾ അള്ളാഹു ഈ മാർഗത്തെ സ്ഥിരപ്പെടുത്തി പല മാർഗത്തിലൂടെ പല വഴിയിലൂടെ. ഫ അജ്മഉ അതിലേറ്റവും അജ്മ ആണ് മാ ജാ ഫി സൂറത്തിൽ വാഖിഅ ആ വജുകളിൽ ഏറ്റവും ഒരുമിച്ച് കൂട്ടുന്നതാണ്
സൂറത്തുൽ വാഖയിൽ വന്ന ഒന്ന്. ഫൈന്നഹു താല, കാരണം അള്ളാഹ് ദക്കറഫി ആ സൂറത്തുൽ വാഖയിൽ പറഞ്ഞു ഹിക്കായത്തൻ അൻ അസ്വാബി ഷിമാലി, ഇടതുപക്ഷക്കാരെ പറ്റി അള്ളാഹ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അന്നഹും കാനു യഖൂലൂൻ, അവർ പറയുന്നവരായിരുന്നു ഐദാമിത്തിനവ കുന്നാ തുറാബൻ വൈലാമൻ ഐനാല മബൂസൻ, ഞങ്ങൾ മണ്ണും എല്ലുമൊക്കെ ആയിക്കഴിഞ്ഞ്, ഞങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായാൽ ഞങ്ങളെ പുനർജനിപ്പിക്കപ്പെടുമോ എന്ന്. അവ ആബാഉനൽ അവ്വലു, ഞങ്ങളുടെ ആദ്യ പിതാക്കന്മാരെയും. ഫാജാബഹുമുല്ലാഹു തആല ബിഖൗലി, അപ്പോൾ അള്ളാഹ് അതിന് ഉത്തരം കൊടുത്തത് കുൽ, നബി അങ്ങ് പറയുക ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂന ഇലാ മീഖാത്തി യൗമി മഅലൂം, അല്ലേ, അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്, ആദ്യത്തെ ആളുകളെയും അവസാനത്തരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. സുമ്മ ഇന്നഹു തആല, പിന്നെ അള്ളാഹു തആല ഇഹ്തജ്ജ, തെളിവ് പിടിച്ചു. പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? തെളിവ് പിടിച്ചു. അലാമിക്കാനിഹി, അത് സൗകര്യമാണെന്നതിൻ്റെ മേൽ തെളിവ് പിടിച്ചു. ബി ഉമൂരിൻ അർബഅ, 4 കാര്യങ്ങളെ കൊണ്ടാണ്. അവ്വലുഹു, അത് ഒന്ന്, ഖൗലുഹു, അള്ളാഹിൻ്റെ കൗലാണ്, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അപ്പോൾ നിങ്ങളുടെ അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ, മാ തുംനൂൻ, നിങ്ങളുടെ മനിയീൻ, അല്ലേ, അൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ അതിനെ പഠിച്ചത്, അതെല്ലാം നഹ്നുൽ ഖാലിഖൂൻ, നമ്മളാണോ അതിനെ പഠിച്ചത് എന്നുള്ള ചോദിക്കാൻ. അവിടെ വാജുൽ ഇസ്തിദ്ലാൽ, അവിടെ തെളിവെന്താ? അവിടെ തെളിവിൻ്റെ മാർഗം അനൽ മനീയ എന്നുള്ളത് ഇന്നമാ യഹ്സുലു, ബീജം ഇന്നമാ യഹ്സുലു, അത് ഉണ്ടാകും ബിം ഫദ്ലത്തിൽ ഹൽമി അറാബി, 4ാമത്തെ ഹൽമെന്ന് വെച്ചാൽ എന്താ? ദഹനം. 4ാമത്തെ ദഹനത്തിൻ്റെ 4ാമത്തെ അവശിഷ്ടത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. വഹുക്ക തൊല്ലിൽ, വഹത് അതുപോലെയാണ്, തൊല്ല് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പാമ്പിനെ പോലെയാണ്, മുൻബസായ, പരത്തപ്പെട്ട, ഫി ആഫാഖ് അത്രാഫിൽ അള്ളാഹ്, അവയവങ്ങളുടെ തറഫുകളുടെ ഭാഗങ്ങളിൽ, അവയവങ്ങളുടെ അറ്റങ്ങളുടെ ഭാഗങ്ങളിലായിട്ട് പരത്തപ്പെട്ട തൊല്ല് പോലെയാണ്, എണ്ണ പോലെ, അല്ലെങ്കിൽ പാമ്പിനെ പോലെയാണ്. വലിഹാദ, ഇക്കാരണം കൊണ്ടല്ലേ തസ്തരിക്കുല്ല അള്ളാഹു ഫിൽ തിൽദാദി ബിൽ വിഖായ് ബി ഹുസൂലിൽ ഇൻഹിലാലി അൻഹ കുല്ലിഹ. വലിഹാദ, ഈ കാരണമാണ് എല്ലാ അവയവങ്ങൾ പങ്കാകും ഫിൽത്തിൽദാദി, സുഖത്തിൽ, ബിൽ വിഖാവ് കൊണ്ടുള്ള സുഖത്തിൽ, ബന്ധപ്പെടുമ്പോഴുള്ള സുഖത്തിൽ അവയവങ്ങളെല്ലാം പങ്കാകും. ബിഹുസൂലിൽ ഇൻഹിലാലി അൻഹ കുല്ലിഹ, ആ കാരണം എന്താ? അവയവങ്ങൾ മുഴുവത്തെ തൊട്ട് അത് അഴിയൽ ആസിലായ കാരണം കൊണ്ടിട്ട്. സുമ്മ ഇന്നല്ലാഹു തആല, പിന്നെ അല്ലാഹു തആല സല്ലത്ത, അവൻ ഖുവ്വത്ത ഷഹവത്തി, ഷഹവത്തിൻ്റെ ഖുവ്വത്തിനെ അവൻ അധികാരപ്പെടുത്തി, അലൽ ബഖിയത്തി, ബാക്കിയുള്ളതിൻ്റെ മേൽ. അത്തന്നഹ തജ്മു തിൽക്കൽ അജ്സാഉ തൊല്ലിയ, അങ്ങനെ എന്ത് ചെയ്യും? ആ അള്ളാക്കൾക്ക്, ആ ജുസുക്കൾക്ക്, തൊല്ലിയ ജുസുക്കൾക്ക് അത് ഒരുമിച്ച് കൂടുന്നത് വരെ. ഫൽഹാസ്, അപ്പോൾ വൽഹാസ് മൊത്തം എന്താ ഉൾക്കാമ്പ് എന്താണ്? ഉള്ളടക്കം എന്താണ്? അന്ന തിൽക്കൽ അജ്സാ, രത്നച്ചുരുക്കം എന്തായി? അന്ന തിൽക്കൽ അജ്സാ, ഈ ജുസുക്കൾ കാനത്ത് മുത്തഫരിഖത്തൻ ജിദ്ദൻ, അങ്ങേയറ്റം അത് വിട്ടുപിരിഞ്ഞതായിരുന്നു. അവ്വലൻ ഫി അത്രാഫിൽ ആലം, അത് ആദ്യം എവിടെയായിരുന്നു? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു, അല്ലേ, ലോകത്തിൻ്റെ. പിന്നെ സുമ്മ ഇന്നഹു തആല ജമാഅ ഫി വദനി ദാലിക്കൽ ഹയവാനി, പിന്നെ അല്ലാഹു തആല അതിനെ ഒരുമിച്ച് കൂട്ടി ജീവികളുടെ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടിയതാണ്. സുമ്മ ഇന്ന കാനത്ത് മുത്തഫരിഖത്തൻ ഫി അത്രാഫിൽ ബദനി, പിന്നെ അത് വിട്ടുപിരിഞ്ഞതായിരുന്നു. എവിടെ വിട്ടുപിരിഞ്ഞിരുന്നു? ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ വിട്ടുപിരിഞ്ഞിരുന്നു. ആ ജീവിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ വേറെ വേറെ കിടക്കുകയായിരുന്നു, അല്ലേ. അപ്പം ജമാ അല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പോൾ അള്ളാഹ് അതിനെന്ത് ചെയ്തു? ഒരുമിച്ച് കൂട്ടി. ഫി ഔയത്തിഹി, മനിയിൻ്റെ അവൻ്റെ പാത്രത്തിൽ, മനിയിൻ്റെ പാത്രത്തിൽ അത് ഒരുമിച്ച് കൂട്ടി. സുമൈനഹു തആല അഖ്റജഹ മാഅൻ ദാഫിഖൻ, പിന്നെ അള്ളാഹ് അതിനെ പുറപ്പെടുവിച്ചു ദാഫിഖൻ, ഇറ്റ് വീഴുന്ന വെള്ളമായിട്ട്, ലാ ഖറാറു റഹമി, എന്താണ്, നമ്മുടെ ഗർഭപാത്രത്തിലേക്ക്. അപ്പോൾ ഫൈദാ കാനത്ത് ഹാദിൽ അജ്സാ, അപ്പോൾ ഈ ജുസുക്കൾ മുത്തഫരിഖത്തായാൽ അണ്ട് ഫജമാഹ, അണ്ട് അള്ളാഹ് അതിനെ ഒരുമിച്ച് കൂട്ടി. കവ്വന മിൻഹ ദാലിക ശഖ്സ, അപ്പോൾ അള്ളാഹു തആല അതിൽ നിന്നിട്ടാണ് വ്യക്തിയെ രൂപപ്പെടുത്തിയതെങ്കിൽ, അപ്പോൾ ഫൈദ ഇഫ്തറഖത്ത് ബിൽ മൗത്തി, അങ്ങനെ അത്
മരണം കൊണ്ട് വെട്ടുപിരിഞ്ഞാൽ മറത്തൻ ഉഹ്റ മറ്റൊരു വട്ടം മരണത്തോടു കൂടി അത് വിട്ടുപിരിയുകയാണെങ്കിൽ കൈഫ യംതനി അലി ജംഅഹ, അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ അള്ളാഹുവിൻ്റെ മേൽ മുംതനിയാകുക, അതിനെ ഒരുമിച്ച് കൂട്ടൽ മറത്തൻ ഉഹ്റ മറ്റൊരു വട്ടം കൂടി അതിനെ ഒരുമിച്ച് കൂട്ടൽ അള്ളാഹുവിൻ്റെ മേൽ എന്താകും, മുംതനിയാകുകയില്ലല്ലോ. അപ്പോൾ ഇതാണ് തഖ്രീറു ഹാദിൽ ഹുജ്ജ. ഈ ഹുജ്ജത്തിനെ സമർത്ഥിക്കുന്നത്, ഈ തെളിവിനെ സമർത്ഥിക്കൽ ഇതിങ്ങനെയാണ്. വൈനല്ലാഹു തആല ദക്കറഹു ഫി മവാളിയ മിൻ കിതാബിഹി മിൻഹാ വൈനല്ലാഹു തആല ദക്കർ, അള്ളാഹ് അതിനെ പറഞ്ഞിട്ടുണ്ട് ഫി മവാളിയ മിൻ കിതാബി, അവൻ്റെ കിതാബിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്. മിൻ അതിൽപ്പെട്ടതാണ് ഫി സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, യാ യുഹന്നാസ് ഇൻ കുന്തും ഫി റൈബിൻ മിനൽ ബാസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. കണ്ടോ, നിങ്ങൾ പുനർജന്മത്തിൽ സംശയിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ നാം മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്. ഇലാ ഖൗലി വതറൽ അല്ലാഹ ഹാമിദ, നീ ഭൂമിയെ കാണും ഹാമിദത്തൻ, അത് നിർജീവമായിട്ട് കാണും. ഹാമിദത്തെന്ന് വെച്ചാൽ എന്താണ്, നീ അത് വരണ്ടതായിട്ട് കാണും. സുമ്മകാല, പിന്നെ അള്ളാഹ് പറഞ്ഞു ദാലിക ബി അന്നല്ലാഹു വൽ ഹഖ് വന്നഹു യുഹിൽ മൗത്ത, അള്ളാഹ് ജീവിച്ചവരെ മരിപ്പിക്കും, വന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ കഴിവുള്ളവനാണ്. വന്നസാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, ഖിയാമത്ത് നാൾ വരും, അതിൽ സംശയമേ ഇല്ല. വന്നല്ലാഹു യബ്അസു മൻ ഫിൽ ഖുബർ, അള്ളാഹു ഖബറിലുള്ളവരെ പുനർജനിപ്പിക്കും. വഖാല ഫി സൂറത്തി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന സൂറത്തിൽ അള്ളാഹ് പറഞ്ഞു ബഅദ ദിക്രി മറാത്തിബിൽ ഖിൽഖ, സൃഷ്ടിപ്പിൻ്റെ വിവിധ രൂപങ്ങളെ ഘട്ടങ്ങളെ പറഞ്ഞ ശേഷം സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തുൻ, നിങ്ങൾ ശേഷം മരിക്കും. സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബ്അസൂൻ, പിന്നെ അന്ത്യനാൾ നിങ്ങൾ പുനർജനിപ്പിക്കപ്പെടും. വഖാല ഫി സൂറത്തി ത്വാരിഖ്, സൂറത്തിൽ അള്ളാഹ് പറഞ്ഞു ഫൽ യൻദുറുൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യൻ നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഖുലിഖ മിമ്മാ ദാഫിക്കിൻ, കണ്ട ദാഫിഖായ വെള്ളത്തിൽ നിന്നാണ്, ഇറ്റ് വീഴുന്ന വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. യഖ്റുജു, അവൻ അത് പുറപ്പെടുന്നതൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞില്ല ഖൗലി ഇന്നഹു അലാ റജീഹി ലഖാദിറുൻ, അള്ളാഹ് അവനെ മടക്കാൻ കഴിവുള്ളവനാണ്. വസാനിഹ, രണ്ടാമത്തേത് കൗല് അഫറൈത്തും മാ തഹറുസൂൻ അൻതും തസ്റഊനഹു ഇലാ ഖൗലി ബൽ നഹ്നു മഹ്റൂമുൻ, രണ്ടാമത്തേത് അഫറൈത്തും മാ തഹറുസൂൻ. അള്ളാഹിൻ്റെ കൗലാണ്. അഫറൈത്തും മാ തഹറുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യാൻ നിങ്ങൾ കാണുന്നില്ലേ. അൻതും തസ്റഊൻ, നിങ്ങളാണോ അതിനെ കൃഷി ചെയ്യുന്നത്. വൽ നഹ്നു മഹ്റൂമുൻ, വജുൽ ഇസ്തിദ്ലാൽ, അപ്പോൾ ഇതിൻ്റെ തെളിവെന്താ, അന്നൽ ഹബ്ബ വാഖ്സാമഹു, കൃഷിയെപ്പറ്റി ഇതുകൊണ്ട് തെളിവ് പിടിക്കൽ എങ്ങനെയാണ്, വിത്തും, അതായത് വിത്തുണ്ടല്ലോ, വിത്തും അതിൻ്റെ അതുപോലെ തന്നെ വിത്ത് കുരുവൊക്കെ ഉണ്ടല്ലോ, അത് അതിൻ്റെ ഇനങ്ങളും മുത്തവ്വലൻ, അത് മുത്തവ്വലാണ്, നീട്ടപ്പെട്ടതാണ്, മഷ്കൂക്കാണ്, വയറു മഷ്കൂക്കുണ്ട്, മുത്തവ്വലം മഷ്കൂക്കുണ്ട്, വയറു മഷ്കൂക്കുണ്ട് വിത്തിൻ്റെ ഇനങ്ങൾ. ഏതുപോലെ കൽ അറുസി, അറുസ് പോലെ ഷഈരി, നീണ്ടതും ചക്കാക്കപ്പെട്ടതുണ്ട്, അതായത് നെല്ല്, അതുപോലെ തന്നെ ഷഈർ, യവം അല്ലേ, ഒക്കെ പോലെ. അപ്പം മുദവർ വട്ടത്തിലുണ്ട്, മുസല്ലസുണ്ട്, അതുപോലെ തന്നെ ത്രികോണാകൃതിയിലുള്ളതുണ്ട്, ഇപ്പം മുറബോൻ ചതുരാകൃതിയിലുള്ളതൊക്കെ ഉണ്ട് വിത്തുകൾ. വഹരു താലിക്ക, അതല്ലാത്തതുണ്ട്, അൽ ഇഖ്തിലാഫി അഷ്കാലി, രൂപം വ്യത്യസ്തമായ രൂപത്തിൽ. അപ്പോൾ ഇതാ വക്കാഫിൽ അർദി, അത് ഭൂമിയിൽ വീണാൽ, അന്നദിയത്തി തണുപ്പുള്ള നനവുള്ള ഭൂമിയിൽ, അങ്ങനെ വസ്തവുലാലയിൽ മാവ്, വെള്ളം അതിൻ്റെ മേൽ വെള്ളവും തുറാബ് മണ്ണും അതിൻ്റെ മേലിട്ടാൽ ഫൻ നദുറുൽ അഖ്ലി, അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ചിന്ത കൊണ്ടിട്ട് യഖ്തദി, അത് തേടുന്നത് അഫന വയഫ്സുദ്, അത് നശിച്ചു പോകലാണല്ലോ. കാരണം അന്നഹദുഹുമാ യക്ഫി ഫി ഹുസൂലിൽ ഉഫൂനത്തി, അതിലൊന്ന് മതി, ഒന്നുകിൽ മണ്ണോ അല്ലെങ്കിൽ വെള്ളമോ കൊണ്ട് തന്നെ അത് നശിച്ചു പോകലല്ലേ, ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ. അപ്പോൾ ഫീമാ ജമീൻ ആവൂല, അപ്പോൾ രണ്ടും കൂടി ഉണ്ടെങ്കിൽ അത് നശിക്കൽ ഏറ്റവും ബന്ധപ്പെട്ടതാകുമല്ലോ. ഒരു വിത്തിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിക്കുകയും അതുപോലെ തന്നെ മണ്ണും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകുമെന്നല്ലോ ഉറപ്പല്ലേ. സുമ്മ ഇന്നഹു ലാ യുഫ്സിദു, പക്ഷെ അത് നശിക്കണില്ല. വലിയ ബഖാ മഹ്ഫൂദൻ, അത് സൂക്ഷിക്കപ്പെട്ട് ബാക്കിയാകുകയാണല്ലോ. സുമ്മ ഇദാദത്തി റുതുബത്തു, അങ്ങനെ നനവ് കൂടുതലായാൽ തൻഫലിഖുൽ ഹബ്ബത്തു, ആ ധാന്യം എന്ത് ചെയ്യും, പൊട്ടും. ഫിൽഖത്തൈൻ, രണ്ട് ഭാഗമായിട്ട് പൊട്ടും. എന്നിട്ട് ഫയഖ്റുജു മിൻഹാ വർഖത്താൻ, അതിൽ നിന്ന് രണ്ട് ഇല പുറപ്പെടും. വമൽ മുത്തവ്വലു,
അപ്പോൾ നീണ്ട ധാന്യമാണെങ്കിലോ നീണ്ട വിത്താണെങ്കിലോ ഫയൽഹറു ഫി റാസിഹി സുഖബ്, അതിൻ്റെ തലഭാഗത്താണ് ഒരു ദ്വാരം ഉണ്ടാക്കുക. ആ തൽഹറുൽ വറക്കത്തു തവീല, അപ്പോൾ നീണ്ട ഇല പുറത്തു വരും. കമാഫി സറിയ, കൃഷിയിലുള്ളതുപോലെ. വമൻ നെവ, അപ്പം നെവയാകുന്നതോ, നെവ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈന്തപ്പന കുരുവാണ് അല്ലേ, ഈന്തപ്പനയുടെ കുരുവാണ്. ആ നെവയാകുന്നത് ഫമാഫി മിന സ്വലാബത്തി അലീമത്തിലെത്തി ബിസബിജുസൻ ഫൽഖി അക്സറുന്നാസി. അപ്പോൾ ഫമാഫി മിന സ്വലാബത്തിൽ അലീമ, അതിൽ ഭയങ്കര ഉറപ്പാണുള്ളത്. അല്ലത്തി ബി സബബിഹ, അതിൻ്റെ കാരണം കൊണ്ടാണ് യുഅജിസു അശക്തരാകാറ്. ആരശക്തരാകും? അക്സറുന്നാസും അശക്തരാകാറുണ്ട്, അധിക ജനങ്ങളും അശക്തരാകും. അൻ ഫൽഖിഹി അക്സറുന്നാസ്, അതിനെ പൊട്ടിക്കാൻ. ഇതാ വക്കാഫില്ലി, അത് ഭൂമിയിൽ വീണാലോ, അന്നദിയത്തി തണുപ്പ് എന്താണ് നനവുള്ള ഭൂമിയിൽ വീണ എംഫലിക്കു ബീദിനില്ല, അതിൻ്റെ അള്ളാഹിൻ്റെ സമ്മതത്തോടുകൂടി എന്ത് ചെയ്യും, അത് പൊട്ടിപ്പിളരും, അത് പിളരും. വനവാത്തു തംരി തംഫലിക്കു, അവ കാരക്കയുടെ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ കുരു ഉണ്ടല്ലോ, തംഫലിക്കു മിൻ നുഖറത്തിൻ അലാ ലഹരിഹ, അത് പൊട്ടും. മിൻ നുഖറത്തിൻ അലാ ലഹരി, അതിൻ്റെ അതിൻ്റെ ലഹറിലുള്ള നുഖറത്തിൽ നിന്ന് പൊട്ടും. അണ്ട് വയസീറു മജ്മൂൻ നവാത്തി, ആ നവാത്തിൻ്റെ ആ വിത്തിൻ്റെ കുരുവിൻ്റെ മജ്മൂ ആകും മിൻ നിസ്ഫൈനി, പകുതിയിൽ നിന്നാകും. യഖ്റുജു മിൻ അഹദിൻ നിസ്ഫൈനി, രണ്ടാലൊരു ഭാഗത്ത് നിന്ന് അൽ ജുസു സായിദു ജുസു സായിദ് മുകളിലേക്കുള്ള ഭാഗം പുറപ്പെടുകയും അമിന സാനി അൽ ജുസുൽ ഹാബിത്തു, രണ്ടാമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന താഴോട്ട് പോകുന്ന ജുസുവും പുറപ്പെടും. അമ്മ സായിദ് ഫൈസാദു, മുകളിലേക്ക് വന്നത് എന്ത് ചെയ്യും, മുകളിലോട്ട് കയറിപ്പോകും. അമൽ ഹാബിത്തു ഫയഹൂസു ഫിൽ അമാഖിൽ അർദ്, താഴോട്ട് വന്നത് അതെന്ത് ചെയ്യും, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അത് എന്ത് ചെയ്യും, പോകും. അപ്പോൾ വൽഹാസിൽ എന്താ, രത്നച്ചുരുക്കം എന്താ, അന്നഹു യഖ്റുജു മിൻ നവാതിസ് സഗീറ, തീർച്ചയായും ചെറിയ കുരുവിൽ നിന്ന് വിത്തിൽ നിന്ന് പുറപ്പെടുന്നു ഷജറത്താൻ, രണ്ട് വൃക്ഷം. ഇഹ്ദാഹുമ ഖഫീഫൻ സായിദ്, ഒന്ന് മുകളിലേക്ക് പോകുന്ന നേരിയതും, വൽ ഉഖ്റ സഖീലുൻ, രണ്ടാമത്തേത് ഭാരമുള്ളതായിരിക്കും. ഹാബിത്തൻ, അതെന്ത് ചെയ്യും, താഴ്ന്നു പോകുന്ന. മാത്തിഹാദിൽ ഉൻസുരി, അതിൻ്റെ ഉൻസുറുകൾ എന്താണ്, ഉൻസുറ് ഒത്തിട്ടുണ്ട്, ഘടകങ്ങൾ ഒത്തിട്ടുണ്ട്. പത്തിഹാദി തബൈൻ നവാത്തി വൽ മായി വൽ ഹവായി വ തുർബത്തി, അതുപോലെ തന്നെ വിത്തിൻ്റെ പ്രകൃതിയും വെള്ളത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും മണ്ണിൻ്റെ എല്ലാം പ്രകൃതിയൊക്കെ ഒന്നാണ്. അതോടുകൂടി തന്നെ ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടും പോകുന്നു. അഫല യദുലു ദാലിക അലാ ഖുദ്റത്തിൻ കാമില, അപ്പോൾ ഇത് അറിയിക്കുന്നില്ലയോ പരിപൂർണ കഴിവിൻ്റെ മേൽ, വ ഹിക്മത്തിൻ ഷാമില, ചുറ്റിയതായ ഹിക്മത്ത്, എല്ലാം വലയം ചെയ്ത ഹിക്മത്തിൻ്റെ മേലും ഇത് അറിയിക്കുന്നുണ്ടല്ലോ. ഫാദൽ ഖാദർ, അപ്പോൾ ഈ കഴിയുന്നവൻ, ഈ ഫാദൽ ഖാദർ, ഈ കഴിവുള്ളവൻ, കൈഫ യജ്സു, എങ്ങനെയാണ് അശക്തനാവുക, ജംഇൽ അജ്സ, ഈ ജുസുക്കളെ ഒരുമിച്ച് കൂട്ടാൻ, വ തർക്കിബില്ലായി, അവയവങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ എങ്ങനെയാണ് അശക്തനാകുക, ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് എങ്ങനെ അശക്തത ഉണ്ടാകുക. വനദീർ, ഇതിന് തുല്യമായതാണ് കൗലുഹു തആല, അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, ഫിൽ ഹജ്ജിൽ പറഞ്ഞല്ല, വതറൽ അർള ഹാമിദ, നീ ഭൂമിയെ കാണും, അത് നിർജീവമായിട്ട് നീ കാണും, ഭൂമിയെ ശമിച്ചതായിട്ട്, വരണ്ടതായിട്ട്, അല്ലേ, വരണ്ടതായിട്ട് കാണും. ഫൈദാ അൻസൽനാ അലൈഹൽ മാ, നാം അതിൻ്റെ മേൽ വെള്ളമിറക്കിയാലോ മഴ പെയ്പ്പിച്ചാലോ, ഇഹ്തസ്സത്ത് വറബത്ത്, അതെന്ത് ചെയ്യും, അത് ഇളകിയിട്ട് എന്ത് ചെയ്യും, വറബത്ത്, അതെന്ത് ചെയ്യും, അതിങ്ങനെ പൊന്തി വരും അല്ലേ, അങ്ങനെ കാണാലോ. സാലിസുഹ, മൂന്നാമത്തത് കൗലു അള്ളാഹിൻ്റെ കൗലാണ്, അഫറൈത്തുമുൽ മാഅല്ലദീ തശ്റബു, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കാണുന്നില്ലേ, അൻതും അൻസൽതുമുഹു മിനൽ മുസ്നി, മൂന്നാമത്തത് പറയണ്ട, ഇനി മൂന്നാമത്തെ തെളിവ്, നിങ്ങളാണോ അതിനിറക്കിയത്, മിനൽ മുസ്നി, മേഘത്തിൽ നിന്ന്, അം നഹ്നുൽ മുൻസിൽ, നാമാണോ അതിനിറക്കിയത്, നിങ്ങളാണോ അതല്ല നാമാണോ മേഘത്തിൽ നിന്ന് എന്തിനിറക്കിയത്, വെള്ളം ഇറക്കിയത്. അപ്പോൾ ആ തഖ്ദീറു, അതിനെ സങ്കല്പിക്കൽ, അനൽ മാ ജിസ്മൻ സഖീലം വിത്തവൈ, പ്രകൃതിയാ തന്നെ ഭാരമുള്ള ഒരു ജിസ്മ, തടിയാണല്ലോ വെള്ളം. അപ്പോൾ ഫൈസ്ആദു സഖീലി, സഖീല് കയറിപ്പോകുക എന്നുള്ളത്, ഇസ്ആദ് സഖീലി അമ്രൻ അലാ ഖിലാഫിദ്, പ്രകൃതിക്ക് എതിരല്ലേ, ഭാരമുള്ള കാര്യം ഒരു വസ്തു മുകളിലേക്ക് കയറിപ്പോകുക എന്നുള്ളത്.
ഫലാബുദ്ധമിൻ ഖാദിരിൻ ഖാഹിരിൻ യഖ്ഹറു തബ വയുത്തുൽ ഖാസിയത്ത വശദ് മാമിൻ ഷൈനിഹി ഹുബൂത്ത് വന്നുസ്. ഫലാബുദ്ധ അപ്പോൾ കൂടാതെ കഴിയില്ല മിൻ ഖാദിരിൻ ഖാഹിരിൻ കഴിവുള്ളവനിൽ നിന്ന്, ഖാഹിറായി അടക്കി ഭരിക്കുന്ന കഴിവുള്ളവനിൽ നിന്ന്, യഖ്ഹറു തബ അവനെന്ത് ചെയ്യുന്നു, പ്രകൃതിയെ അടക്കി ഭരിക്കുന്ന കഴിവുള്ളവനിൽ നിന്ന് കൂടാതെ കഴിയുകയില്ല. വൈബുത്തുൽ ഖാസിയത്ത അവനെന്ത് ചെയ്യുന്ന ആ പ്രത്യേകതയെ ബാത്തിലാക്കും. വൈസ് ഇത് മാമിൻ ഷൈനിൽ ഹുബൂത്ത് വൻ നുസൂൽ അവൻ എന്ത് ചെയ്യും, കയറ്റും മാ ഒന്നിനെ മിൻ ഷൈനിഹി ഹുബൂത്ത് വൻ നുസൂൽ അതിൻ്റെ പ്രകൃതി എന്താണ്, ഇറങ്ങലും താഴോട്ട് ചൊരിയലുമാണ്. അങ്ങനത്തെ തന്നെയും കയറ്റും എന്നുള്ളത് എന്താ കൂടാതെ കഴിയില്ലല്ലോ. അപ്പോൾ അള്ളാഹ്ക്ക് അതിനെ കഴിയുന്നു. വസാനിഹ രണ്ടാമത്തേത് അന്നതിൽക്ക ദർറാത്തിൽ മായ ഈ വെള്ളത്തിൻ്റെ അണുക്കൾ ഇതുകൾ എന്താണ്, കണികകൾ അല്ലെങ്കിൽ ധൂളികൾ, അണുക്കൾ എന്ന് വെച്ചാൽ മറ്റേ നിലക്കാണ്ട. അന്നതിൽക്ക ദർറാത്തിൽ മായ വെള്ളത്തിൻ്റെ ധൂളികൾ ഇജ്തമാത്ത് ബാദ തഫറുഖിഹ അതെന്ത് ചെയ്യുന്നു, അത് വിട്ടുവിന് ശേഷം അത് ഒരുമിച്ച് കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും തെളിവല്ലേ, വിട്ടുപിരിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൂടുമ്പോൾ. സാലിസ മൂന്നാമത്തേത് തൈസീറുഹ ബിരിയാഹി അത് സഞ്ചരിക്കുന്നുണ്ടല്ലോ, കാറ്റുകൊണ്ട് അതിനെ സഞ്ചരിപ്പിക്കുന്നു എന്നുള്ളതും. വറാബിയ നാലാമത്തെ ഇൻസാലുഹ മിനൽ മലാനിൽ ഹാജത്തി അതിനെ ഇറക്കുവൽ ആവശ്യമുള്ള സ്ഥലത്ത്, വല്ലാർദൽ ജുറുസി വരണ്ട ഭൂമിയിലൊക്കെ അതിനെ ഇറക്കുക എന്നുള്ളത്. വക്കുല്ലു ദാലിക യദുല്ലു അലാ ജവാസിൽ ഹശ് ഇത് മുഴുവനും പുനർജന്മം ജായിസാണെന്ന് അറിയിക്കുന്നുണ്ട്. അമ്മ സഊദു സക്കീൽ കയറൽ ഫലിയന്നഹു ഖൽബു തബിയ അത് പ്രകൃതിയെ മറിക്കലാണ്. കാരണം ഭാരമുള്ള വസ്തു താഴോക്കല്ലേ വരാ, ഭാരമുള്ള വസ്തു മുകളിലേക്ക് പോകുക എന്നുള്ളത് പ്രകൃതിയെ അള്ളാഹ് എന്ത് ചെയ്തു, ഖൽബ് ചെയ്തതാണ്. ഫൈദാ ജാത ദാലിക അപ്പോൾ ഇത് ജായിസാണെങ്കിൽ ഫലിമലായ ജൂസു എന്താ ജായിസാകാത്തത്, യുദ്ഹിറൽ ഹയാത്ത അവൻ ജീവനെ വെളിവാക്കൽ, റുതൂബത്ത അതുപോലെ തന്നെ എന്താണ് നനവിനെയും, മിൻ ഹസാബത്തി തുറാബി വൽമായി വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ഹസാവത്തിൽ നിന്നിട്ട് ഒരു ഇറക്കിൽ നിന്ന് ഒരു കണികയിൽ നിന്നിട്ട് വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ഒരു ഇറുക്കെന്ന് പറയില്ലേ, ഒരു ഇറുക്ക് വെള്ളം ആ ഒരു അല്പത്തിൽ നിന്നിട്ട് നനവിനെയും ജീവനെയും വെളിവാക്കൽ എങ്ങനെ അള്ളാഹ്ക്ക് ജായിസാകാതിരിക്കുക, എന്തുകൊണ്ട് ജായിസാകുന്നില്ല എന്ന്. അസാനി രണ്ടാമത് ലമ്മ ഖദറ ജംല ജമ്മി തിൽക ദർറാത്തിൽ മായത്തി ബാദ തഫറുഖിഹ ഈ വെള്ളത്തിൻ്റെ ധൂളികളെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞപ്പോൾ അള്ളാഹ്ക്ക് കഴിവായപ്പോൾ ബാദ തഫറുഖിഹ അതൊക്കെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഫലിമ അത് ജായിസായപ്പോൾ ഫലിമലായ എന്തുകൊണ്ട് ജായിസായില്ല, ജമ്മുൻ അജ്സായി തുറാബിയ ബാദ തഫറുഖിഹ മണ്ണിൻ്റെ ജുസുക്കളെ ഒരുമിച്ച് കൂട്ടൽ ബാദ തഫറുഖിഹ തുറാബിയ ജുസുക്കളെ മണ്ണിലുള്ള ജുസുക്കളുണ്ടല്ലോ, മണ്ണിൽ അലിഞ്ഞു പോയ അവകൾ വിട്ടുപിരിഞ്ഞ ശേഷം മണ്ണിൽ അലിഞ്ഞ വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടൽ എന്തുകൊണ്ട് ജായിസാകൂല. അപ്പോൾ ചോദ്യങ്ങളാണ് നമ്മൾ അള്ളാഹു പുനർജനിപ്പിക്കുമെന്നതിന്. അസാലിസഞ്ഞ് മൂന്നാമത്തേത് തസീറുൽ റിയാഹി ഫൈദ ഖദറ അല തഹരീഖി റിയാഹി കാറ്റ് നടത്തൽ. ഫൈദ ഖദറ അല തഹരീഖി റിയാഹി കാറ്റിനെ ചലിപ്പിക്കൽ കഴിവായാൽ അല്ലത്തി തളുമു ബാല സിൽക്കൽ അജ്സായി അൽ മുത്തജാനിസായ ചില ജുസുക്കളിൽ ചിലതിനെ കൂട്ടുന്ന ബാലിലേക്ക് കൂട്ടുന്ന കാറ്റിൻ്റെ സഞ്ചാരത്തിൻ്റെ മേൽ കഴിവായാൽ ഫലിമലായ ജുസു ആവുന എന്തുകൊണ്ട് ഇവിടെയും ജായിസാവുന്നില്ല. വറാബി നാലാമത്തെ അന്നഹു താല അൻഷാല സഹാബ അള്ളാഹു മേഘം ഉണ്ടാക്കിയത്, മേഘത്തെ അള്ളാഹ് ഉണ്ടാക്കിയത് ഹാജത്തിൻ നാസിലെ ജനങ്ങൾക്ക് അതിലേക്ക് ആവശ്യമായതിനു വേണ്ടിയാണ്. വഹാവുനൽ ഹാജത്തു അപ്പോൾ ഇവിടെയുള്ള ആവശ്യമില്ല ഇൻഷാൽ മുക്കല്ലഫീങ്ങളെ ഉണ്ടാക്കലിലേക്കുള്ള ആവശ്യം മറത്തൻ ഉഖ്റ മറ്റൊരു വട്ടം കൂടി ജനങ്ങളെ അള്ളാഹ് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യം എന്തിനു വേണ്ടി, ലിയസിലു ഇലാ മസ്തഹഖുഹു മിന സവാബി വൽ ഇഖാബി എന്തിനാൽ ഇഖാബും സവാബും അവർക്ക് അവകാശമുള്ള ഒന്നിലേക്ക് അവർ എത്താൻ വേണ്ടി അങ്ങനെ ആക്കൽ ഔലായിട്ടും ബന്ധപ്പെട്ടതല്ലേ.
അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി, അല്ല അവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടി അവർ രണ്ടാമത് ഉണ്ടാക്കൽ എന്താണ്, ഔലയാണല്ലോ എന്ന് വാലം നീ അറിയണം. അനല്ലാഹു തആല അബ്ബറ ഹാദിഹി ദലാലത്തി, അള്ളാഹു താല ഈ തെളിവിനെ പറ്റി ഇബാറത്തിട്ടു ഫി മൗദിനാഹർ മറ്റൊരു സ്ഥലത്ത്, ഫി കിതാബിൻ്റെ കിതാബിലെ മറ്റൊരു സ്ഥലത്ത് ഇബാറത്തിട്ട് ഫക്കാല ഫിൽ ആറാഫിൻ്റെ അള്ളാഹ് ആറാഫിൽ പറഞ്ഞു, ലമ്മാ ദക്കറ ദലാലത്ത് തൗഹീദി, തൗഹീദിൻ്റെ ദലാലത്തിനെ അള്ളാഹ് പറഞ്ഞപ്പോൾ, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഇലാ ഖൗലി ഖരീബൻ മിനൽ മുഹ്സിനീൻ സുമ്മ ദക്കറ ദലീലൽ ഹശരി, പിന്നെ പുനർജന്മത്തിൻ്റെ തെളിവ് പറയാണ്. വഹുവല്ലദീ യുർസിലു റിയാഹ, കണ്ട അള്ളാഹ് പറഞ്ഞില്ലേ, ഫഖാലണ്ടല്ലോ പറഞ്ഞു, അവൻ കാറ്റിനെ അയക്കുന്നു, ഇലാ ഖൗലിഹി കദാലിക നുഖ്രിജുൽ മൗതാ ലഅല്ലക്കും തദക്കറൂൻ, ഇപ്രകാരം നാം മരിച്ചവരെ പുറപ്പെടുവിക്കും, നിങ്ങൾ ചിന്തിക്കുന്നവരാകുക. കണ്ട അറാഫ് സൂറത്തിൽ അള്ളാഹ് പറഞ്ഞില്ലേ. വറാബിഹ, നാലാമത്തത് കൗലു അള്ളാഹിൻ്റെ കൗൽ, അഫറൈത മുന്നാറല്ലത്തി തൂറുന അന്തും അൻശഅതും ശജറത്തഹം നഹ്നുൽ മുൻശിഉൻ, സൂറത്തുൽ വാഖിയയിൽ, നിങ്ങൾ തീ കാണുന്നില്ലേ, നിങ്ങൾ കത്തിക്കുന്ന തീ, നിങ്ങളാണോ അതിൻ്റെ മരത്തെ നിങ്ങളുണ്ടാക്കിയത്, അതെല്ലാം നമ്മളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഇനി തെളിവെന്താ, വജുൽ ഇസ്തിദ്ലാൽ, തെളിവിൻ്റെ ന്യായം, അന്നന്നാറ സായിദത്തൻ, തീ എന്നുള്ളത് കയറിപ്പോകുന്നതാണ്, മുകളിലോട്ടാ പോക, വശജറത്തു ഹാബിത്തത്തൻ, എന്താണ് വൃക്ഷമാണെങ്കിൽ ഹാബിത്തത്താണ്, താഴോട്ടാ പോക, വായുതൻ, വീണ്ടും അന്നാറു ലത്തീഫത്തൻ, വീണ്ടും നോക്കുമ്പോൾ എന്താ തീയാകുന്നത് നേർമയുള്ളതാണ്, വശജറത്തു കസീബത്തൻ, തടിയാകട്ടെ മരമാകട്ടെ തിങ്ങിയതാണ്, തടിച്ചതാണ്, വായുതൻ വീണ്ടും അന്നാറു നൂറാനിയത്തൻ, തീയാകുന്നത് നൂറാനിയാണ്, വശജറത്തു ലൽമായിയൻ, അത് പ്രകാശമാണ്, വൃക്ഷമാകും, ലൽമായിയാണ്, ഇരുട്ടാണ്, അന്നാറു ഹാറത്തൻ യാബിസത്തൻ, നാറ് തീയാകുന്നത് ഉണങ്ങിയതും ചൂടുള്ളതുമാണ്, വശജറത്തു ബാരിദത്തൻ റത്തുബത്തൻ, തണുപ്പുള്ളതാണ്, നനഞ്ഞതും തണുപ്പുള്ളതുമാണ് വൃക്ഷം. അപ്പോൾ ഫൈദാംസക് അല്ലാഹു തആല ഫീ ദാഖിലത്തിൽ കശജറത്തിൽ അജ്സാ നൂറാനിയ നാരിയ, അപ്പോൾ അല്ലാഹു തആല ഈ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല പിടിച്ചു വെച്ചു അന്നൂറാനിയത്തെ നാരിയായ നൂറാനിയത്തിനെ, ആ തീയിൻ്റെ പ്രകാശത്തെ അള്ളാഹ് പിടിച്ചു വെച്ചാൽ, അഫഖദ് ജമാ ബി ഖുദ്റത്തിഹി, അപ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും, അവൻ്റെ കഴിവ് കൊണ്ട് ഒരുമിച്ച് കൂട്ടും, ബൈന ഹാദിഹിൽ അഷിയായിൽ മുതനാഫിറ, ഫഖദ് ജമാ, അപ്പോൾ അള്ളാഹ് ഒരുമിച്ച് കൂട്ടിയല്ലേ, ബി ഖുദ്റത്തി, അവൻ്റെ കഴിവ് കൊണ്ട്, ബൈന ഹാദിൽ അഷിയായിൽ മുതനാ, ഈ വൈരുദ്ധ്യമായ വസ്തുക്കളുടെ ഇടയിൽ, നിഫ്രത്തുള്ള വസ്തുക്കൾ അതിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂടി. അപ്പോൾ ഫൈദാലം യജിസ് അൻദാലിക, അപ്പോൾ അള്ളാഹു താല ഇതിന് അശക്തനല്ലെങ്കിൽ കൈഫ യജിസു, എങ്ങനെയാണ് അശക്തനാകാൻ, തർക്കീബിൽ ഹൈവാനാത്തി വ താലീഫിക, ആ ഹൈവാനുകളെ ഒരുമിച്ച് കൂട്ടാൻ എങ്ങനെ അള്ളാഹ് അശക്തനാവുക എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു താല ദക്കറ ഹാദി ദലാലത ഫീ സൂറത്ത് യാസീൻ, അള്ളാഹു താല ഈ തെളിവുകളെ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീൻ. ഫഖാല, അണ്ട് അള്ളാഹ് പറഞ്ഞു സൂറത്ത് യാസീനിൽ പറഞ്ഞു, അല്ലദീ ജഅലക്കും മിന ശജരിൽ അഖ്ളനാർ, കണ്ട എന്താണ്, പച്ച വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് നാം തീ പുറപ്പെടുവിച്ചു എന്നുള്ള പറഞ്ഞില്ലേ. വാലം നീറൻ അന്നഹു താല ദക്കറ ഫി ഹാദി സൂറത്ത്, ഈ സൂറത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അമ്രൽ മായി വൻ നാരി, തീയിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യം. വദക്കറ ഫി നംലി, സൂറത്ത് നംലിൽ അള്ളാഹ് പറഞ്ഞു അമ്രൽ ഹവായി, എന്താണ് വായുവിൻ്റെ കാര്യം പറഞ്ഞു. അമ്മ യഹ്ദീക്കും ഈ കൗല അമ്മ യഹ്ദീക്കും ഇലാ ദുലുമാത്തിൽ ബരി വൽ ബഹരി, കടലിലെയും കരയിലെ ഇരുട്ടുകളിൽ അള്ളാഹ് നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരുന്നില്ല. അമ്മ യഹ്ദീക്കും, നിങ്ങൾക്ക് ആരാണ് മാർഗം കാണിച്ചു തരുന്നത് അല്ലേ. ഇലാ ഖൗലിഹി അമ്മ യബ്ദുൽ ഖൽഖ സുമ്മ യുഈദുഹു, സൂറത്ത് നംലി പറഞ്ഞില്ലേ. വദക്കറൽ അർള, ഹൽക്കിനെ ഉണ്ടാക്കി പിന്നെ അതിനെ മടക്കുകയും ചെയ്യുന്നവൻ. വദക്കറൽ അർള ഫിൽ ഹജ്ജ്, ഭൂമിയെപ്പറ്റി അള്ളാഹ് ഹജ്ജ് സൂറത്തിൽ പറഞ്ഞു. ഫി കൗലി തറൽ അർള ഹാമിദ, നീ ഭൂമിയെ എന്തായിട്ട് കാണും, അത് വരണ്ടതായിട്ട് കാണും. ഫക്കാന്നവ്, അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പണ്ട് ഫക്കാന്നവ് സുബ്ഹാനത, അപ്പോൾ അള്ളാഹു താല ബയ്യന, അള്ളാഹ് വ്യക്തമാക്കിയതുപോലെയുണ്ട്, അന്നൽ അനാസൽ അർബ, 4 ഉൻസുറുകൾ. അതായത് ഉൻസുറുൽ അർബ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് വായു, തീ, വെള്ളം, മണ്ണ് അല്ലേ, ഈ 4 ഉൻസുറുകൾ. അലാ ജമീ അഹ്വാൽ, അവ മുഴുവൻ അവസ്ഥയിലും ഷാഹിദത്വൻ, അത് തെളിവാണ്, ബിംകാൻ ഹസ്രി വൻ നസ്രി, ഹസ്റും നസ്റും പുനർജന്മവും സാധ്യതയുണ്ട് എന്നതിന് തെളിവാണ് എന്നുള്ള വ്യക്തമാക്കി. ഇതുപോലെയുണ്ട്. ഇനി അന്നഹു സാനിമിന ദലായില ദാലത്തല ഇംകാൻ ഹസ്രി, ഇനി രണ്ടാമത്തെ ഇനം എന്താണ്, തെളിവുകൾ.
ഹഷർ സാധ്യതയുണ്ട് എന്നതിനുള്ള രണ്ടാമത്തെ തെളിവ് അന്നഹു തആല യഖൂൽ, അല്ലാഹ് പറയുന്നു, ലമാ കുന്തു ഖാദിറൻ അലൽ ഈജാദി അവലൻ, ആദ്യം ഉണ്ടാക്കാൻ ഞാൻ കഴിവുണ്ടായപ്പോൾ ഫലനകൂന ഖാദിറൻ ഇആദത്തി ഔല, അപ്പോൾ മടക്കി ഉണ്ടാക്കാൻ കഴിവാകുക എന്നുള്ളത് ഞാനാകല് അത് ഔല ഏറ്റവും ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ ആദ്യം ഉണ്ടാക്കി ഒരു വസ്തു ഉണ്ടാക്കിയവന് രണ്ടാമത് ഉണ്ടാക്കൽ എളുപ്പമല്ലേ. വഹാദി ദലാലത്തു, ഈ തെളിവ് തഖ്രീറു, അതിനെ സമർത്ഥിക്കൽ ഫിൽ അഖ്ലി, ബുദ്ധി കൊണ്ട് സമർത്ഥിക്കൽ, അത് ലാഹിറാണല്ലോ, പ്രത്യക്ഷമാണ്. വന്നഹു തആല ദക്കറഹു ഫി മവാദിഇ മിൻ കിതാബി, തീർച്ചയായും അല്ലാഹു തആല അതിനെ പറഞ്ഞിട്ടുണ്ട് കിതാബിൽ പല സ്ഥലങ്ങളിലും. മിൻഹാ ഫിൽ ബഖറ, അതിൽപ്പെട്ടതാണ് ബഖറയെ പറഞ്ഞു, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഹയ്യാക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യിക്കും സുമ്മ ഇലൈഹി തുർജഊൻ, നിങ്ങൾ എങ്ങനെ അവനെ നിഷേധിക്കുക, നിങ്ങൾ ജീവനില്ലാത്തവളായിരുന്നല്ലോ, അത് നിങ്ങളെ നാം ജീവിപ്പിച്ചതല്ലേ, പിന്നെ നിങ്ങളെ നാം മരിപ്പിക്കും, പിന്നെ നിങ്ങൾ ജീവിപ്പിക്കും, പിന്നെ നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടും. കണ്ട, വമിന അതിൽപ്പെട്ടത് തന്നെയാണ് ഖൗലുഹു സുബ്ഹാനഹു, അള്ളാഹു പറഞ്ഞല്ലോ, ഫീ സുബ്ഹാനല്ലദീൽ പറഞ്ഞു, വഖാലു ഐദാ കുന്നാ ഇളാമൻ റുഫാത്തൻ ഇന്നാല മബൂസൂന ഖൽഖൻ ജദീദ ഖുൽ കൂനു ഹിജാറ ഇലാ ഖൗലി ഖുലില്ലദീ ഫതറക്കും അവ്വല മറ. കണ്ട, അള്ളാഹ് പറയാണ്, അവൻ ഒരുത്തനാണ് നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചു ഇസ്രായിലൂടെ. വമിൻഹാദിൽപ്പെട്ടതാണ് ഫീൽ അങ്കബൂത്തിലും പറഞ്ഞു, അവലം യറു കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ സുമ്മ യുഈദു, അവർ കാണുന്നില്ല എങ്ങനെയാണ് അള്ളാഹ് ഉണ്ടാക്കിയത് സൃഷ്ടിയെ പിന്നെ അതിനെ മടക്കുന്നതെന്ന്. വമിൻഹ അതിൽപ്പെട്ടത് തന്നെയല്ലേ കൗലു ഫി റൂം സൂറത്തിൽ അള്ളാഹ് പറഞ്ഞല്ലോ, വഹുവല്ലദീ യബ്ദുൽ ഖൽഖ സുമ്മ യുഈദു, അള്ളാഹ് എന്ത് ചെയ്യും, സൃഷ്ടിപ്പ് തുടങ്ങി പിന്നെ അതിനെ മടക്കും. വഹു അഹ്വനു അലൈഹി, അത് അവർക്ക് എളുപ്പമാണ് മടക്കി. വലഹുൽ മസലുൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വമിൻഹാദിൽപ്പെട്ട ഫി യാസീനിൽ പറഞ്ഞു, കുൽ യുഹീഹല്ലദീ അൻശഅ അവ്വല മറ, അവൻ അള്ളാഹ് അതിനെ ജീവിപ്പിക്കും, ആദ്യം ഉണ്ടാക്കിയ അവൻ അതിനെ ജീവിപ്പിക്കും, ആദ്യം അതിനുണ്ടാക്കിയ അള്ളാഹു തന്നെ അതിനെ ജീവിപ്പിക്കുമെന്ന്. ഇനി അന്നഹു സാലി അൽ ഇസ്തിലാൽ ബി ഇഖ്താരി അല സമാവാത്തി, മൂന്നാമത്തെ ഇനം തെളിവെടുക്കലാണ് ബി ഇഖ്താരി, അവന് കഴിവുണ്ടല്ലോ, അല സമാവാത്തി, ആകാശത്തിൻ്റെ മേലുള്ള കഴിവ് കൊണ്ട്, അല ഇഖ്താരിഹി അലൽ അശ്രി, എന്തിനുമേ തെളിവെടുക്കുക, ഹഷറിന് കഴിവുണ്ട് എന്ന്, ആകാശലോകത്തുള്ള അവൻ്റെ കഴിവ് കൊണ്ട് വെക്കുക, അവന് എന്താ പുനർജനിപ്പിക്കാനും കഴിവുണ്ട്. അതാലിക ഫി ആയാത്തിൻ, അത് പല ആയത്തുകളിലും വന്നിട്ടുണ്ട്. മിൻഹാദിൽപ്പെട്ടതാണ് ഫി സൂറത്ത് സുബ്ഹാന സൂറത്തിൽ, അവലം യറു, ഇസ്രാ സൂറത്താണ്, സുബ്ഹാനല്ലദീ, അതാണ് ഈ പറഞ്ഞിട്ട് സൂറത്ത് സുബ്ഹാന. അവലം യറു അന്നല്ലാഹല്ലദീ ഖലഖ സമാവാതി വൽ അർള, കണ്ട, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ഖാദിറാണ്, കഴിവുണ്ട്, അലാ യഖ്ലുഖ മിസ്ലഹും, അവനക്ക് നിങ്ങളെപ്പോലത്തവരെ പടക്കാൻ കഴിവുണ്ടെന്ന്. വഖാല ഫി യാസീൻ സൂറത്തിൽ പറഞ്ഞു, അവലൈസല്ലദീ ഖലഖ സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും വലാ വഹുൽ ഖല്ലാഖുൽ അലീം, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലയോ, കഴിവുള്ളവനല്ലയോ, അലാ യഖ്ലുഖ മിസ്ലഹും, അവരെ പോലത്തവരെ പടക്കാൻ, ബല, അതെ, വഹുൽ ഖല്ലാഖുൽ അലീമാണ് എന്ന് പറഞ്ഞല്ലോ. വഖാല ഫിൽ അഹ്ഖാഫിൽ പറഞ്ഞു, അവലം യറു അന്നല്ലാഹല്ലദീ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ കാണുന്നില്ലേ, വലം യഅ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ, അവൻ അതിനെ സൃഷ്ടിച്ചുകൊണ്ട് അവൻ ക്ഷീണിച്ചിട്ടില്ല, അവൻ കഴിവാണ്, അലാ യുഹിയൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കാൻ, വലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, കണ്ട, എല്ലാത്തിനും കഴിവുണ്ടല്ലോ. ഓമിൻഹ അതിൽപ്പെട്ടതാണല്ലോ ഫി സൂറത്ത് കാഫി പറഞ്ഞു, ഐദാ മിത്നാ വ കുന്നാ തുറാബൻ ഇലാ റിസ്ഖൻ ലിൽ ഇബാദി വഹീനാ ബി ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, കണ്ട, നമ്മളെന്ത് ചെയ്തു, നാടിനെ ജീവിപ്പിക്കും, മരിച്ച നാടിനെ നാം ജീവിപ്പിക്കുന്നത് പോലെ ഇപ്രകാരം തന്നെ നിങ്ങളെയും ജീവിപ്പിക്കുന്നു. അഫ ഐനാ ബിൽ ഖൽഖിൽ അവ്വലി ബൽഹും ഫി ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, കണ്ട, നമ്മൾ ആദ്യ സൃഷ്ടിപ്പ് കൊണ്ട് നമ്മൾ ക്ഷീണിതരായോ, ബൽഹും ഫി ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ് എന്നൊക്കെ. ഇനി അന്നഹു റാബിയു, നാലാമത്തെ തെളിവ് അൽ ഇസ്തിദ്ലാൽ അലാ ബുഖുൽ ഹശ്രി ബി അന്നഹു ലാ ബുദ്ദ മിൻ ഇസാബത്തിൽ മുഹ്സിനി വ തഅദീബിൽ ആസ്. ഇനി നാലാമത്തിന് അൽ ഇസ്തിദ്ലാൽ അലാ ബുഖുൽ ഹശ്ർ ഉണ്ടെന്നതിന് തെളിവെടുക്കൽ, എങ്ങനെ തെളിവെടുക്കുക, ബി അന്നഹു ലാ ബുദ്ദ, കൂടാതെ കഴിയുകയില്ലല്ലോ, മിൻ ഇസാബത്തിൽ മുഹ്സിനി, നന്മ ചെയ്ത ആൾക്ക് പ്രതിഫലം വേണമല്ലോ, വ തഅദീബിൽ ആസി, തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കൽ അത്യാവശ്യമല്ലേ, വ തമീസ് അഹദിഹിമ മിനൽ ആഖിരി ബി തമീസ് അഹദിഹിമ, രണ്ടിലൊരാളെ വേർതിരിക്കണമല്ലോ, മിനൽ ആഖിർ, മറ്റേതിൽ നിന്ന്, ബി ആയാത്തി, ചില ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, ചില ആയത്തുകളെ കൊണ്ട് അള്ളാഹ് അത് തെളിവ് പറഞ്ഞിട്ടുണ്ട്. മിൻഹാദിൽപ്പെട്ടതാണ് ഫി യൂനുസ് സൂറത്തിൽ പറഞ്ഞു, ഇലൈഹി മർജിഉക്കും ജമിഅ, നിങ്ങൾ അവനിലേക്കാണ് നിങ്ങൾ മുഴുവത്തിൻ്റെയും അടക്കം. വഅദല്ലാഹി ഹഖാ ഇന്നഹു യബ്ദുൽ ഖൽഖ സുമ്മ യുഈദു ലിയജ്സി അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ബിൽ ഖിസ്തി, കണ്ട, അള്ളാഹ് സൃഷ്ടിയെ ഉണ്ടാക്കും, പിന്നെ അതിനെ മടക്കും, സൃഷ്ടിപ്പിനെ മടക്കും, എന്തിനു വേണ്ടിയിട്ട്, വിശ്വസിച്ചവർക്ക് പ്രതിഫലം കൊടുക്കാൻ, നീതിപൂർവം അവർക്ക്
പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും. വമിൻഹ അതിൽപ്പെട്ടത് തന്നെയാണ് ഫി ത്വാഹാസുറത്തിൽ പറഞ്ഞു ഇന്നസാത്താത്യുനക്കാദുഫിയാലി തുജിസിയ കുല്ല നഫ്സിൻ ബിമാ തശാ. ഖിയാമത്ത് നാൾ വരും അക്കാദുഫിഹ അക്കാദുഫിയാലി തുജിസിയ എന്ന് പറഞ്ഞു തുജിസിയ കുല്ലു നഫ്സിൻ ബിമാ യശാ. ഓരോ ശരീരവും അധ്വാനിച്ചതിന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിരുന്നു. വമിൻഹാഫി സ്വാദ് അതിൽപ്പെട്ടതാണ് സ്വാദ് സൂറത്തിൽ പറഞ്ഞു ഒമാ ഖലക്കന സമായ വല്ലർള ഒമാ ബൈനഹുമാ ബാത്തില ദാലിക ലന്നുല്ലദിന കഫറു ഹോയിലുല്ലദിന കഫറു മിനന്നാർ. നാം ആകാശഭൂമികളെ വെറുതെ സൃഷ്ടിച്ചതല്ല, അതിൻ്റെ ഇടയിലുള്ളതൊക്കെ വെറുതെ സൃഷ്ടിച്ചതല്ല. അത് അവിശ്വാസികളുടെ ഭാവനയാണ് കേട്ടോ. അവിശ്വാസികൾക്ക് വയലുണ്ട് എന്ന് പറഞ്ഞു. മിനന്നാർ നരകത്തിൻ്റെ വയലുണ്ടെന്ന് പറഞ്ഞു. അം നജാലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർളി അം നജാലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അല്ലാഹു പറഞ്ഞല്ലോ, നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവരെയും മുഫ്സിദീങ്ങളെ നാശമുണ്ടാക്കുന്നവരെ പോലെ ആക്കുമോ? ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരെയും നാം തുല്യമാക്കുകയോ? അം നജാലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, മുത്തഖീങ്ങളെ നാം ഫുജ്ജാർ ഫാജിരീങ്ങളെ പോലെ ആക്കുമോ? ഇല്ല. അന്നൗൽ ഖാമിസു ഇനി അഞ്ചാമത്തെ ഇനം അൽ ഇസ്തിദ്ലാൽ ബിഹിയായിൽ മൗതാ ഫി ദുനിയ. ദുനിയാവിലുള്ള മരിച്ചവരെ ജീവിപ്പിച്ചുകൊണ്ട് തെളിവിടിക്കുക. അലാസിയത്തിൽ ഹഷർ വൻ നഷർ പുനർജന്മമുണ്ടെന്നതിൻ്റെ മേൽ. അത് ഫമിൻഹ അതിൽപ്പെട്ടതാണ് ഖൽഖു ആദം. ആദം അലൈഹി സ്വലാമിനെ അള്ളാഹ് സൃഷ്ടിച്ചല്ലോ ഇബ്തിദാ തുടക്കത്തിൽ. വമിൻഹ അതിൽപ്പെട്ടതാണ് ഖിസ്സത്തുൽ ബഖറ സൂറത്തുൽ ബഖറയിലെ ചരിത്രം. വഹിയത് കൗലു അതേതാണ് അള്ളാഹിൻ്റെ കൗല. ഫഖുൽന നാം പറഞ്ഞു ഇദ്രിബൂഹു നിങ്ങളവനെ അടിക്കണം ബിബാലിഹ ആ പശുവിൻ്റെ ചില ഭാഗം കൊണ്ട്, അറുത്ത പശുവിൻ്റെ ചില ഭാഗം കൊണ്ട്. കദാലിക യുഹ്യില്ലാഹുൽ മൗത്ത. അപ്പോൾ അത് ആ മരിച്ച ആൾ ജനിച്ചു വന്നില്ലേ, അപ്പോൾ അള്ളാഹ് ഇപ്രകാരം മരിച്ചവർ ജനിപ്പിക്കുമെന്ന് പറഞ്ഞു. വമിൻഹ അതിൽപ്പെട്ടതാണ് ഖിസ്സത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. റബ്ബി അരിനി കൈഫ തുഹിൽ മൗത്ത എന്ന് പറഞ്ഞില്ലേ. റബ്ബി എനിക്ക് നീ കാണിച്ചു തന്നെ എങ്ങനെ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ അത് അള്ളാഹ് എന്ത് ചെയ്തു? ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു പക്ഷിയെ അറുക്കാൻ 4 പക്ഷിയെ അറുക്കാനല്ലേ, അണ്ട് അതിൻ്റെ പല ഭാഗത്ത് വെക്കാൻ പറഞ്ഞു. അണ്ട് അള്ളാഹ് അത് കാണിച്ചു കൊടുത്തതൊക്കെ ആ ചരിത്രം അവിടെ ഉണ്ട്. ഇനി വമിൻഹ അതിൽപ്പെടുന്ന കൗലുത്താൽ അള്ളാഹിൻ്റെ കൗല് ഔക്കല്ലതി മറാല ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ അല്ലേ. ഒരാൾ ഒരു കറയിലൂടെ നടന്നുപോയി ഒരാളുടെ ചരിത്രം പറയില്ല. അപ്പോൾ അള്ളാഹു താല അയാളെ പുനർജനിപ്പിച്ചതും മറ്റു ആ ചരിത്രം. വമിൻഹാദിൽപ്പെട്ട ഖിസ്സത്തു യഹ്യ വ ഈസാ അലൈഹി സ്വലാം. ഈസാ നബിയുടെയും യഹ്യാ നബിയുടെയും ചരിത്രം. ഫൈനഹു താല ഇസ്തദല്ല അല ഇംകാനിഹിമ. അള്ളാഹു താല തെളിവ് വിളിച്ചു അല ഇംകാനിഹിമ അവർക്ക് രണ്ടുപേർക്കും ഇംകാനുണ്ട്. ബി ഐനി മസ്തദല്ല ബിഹി അല ജവാസുൽ അശരി. ഇത് രണ്ടും സാധ്യതയുണ്ടെന്ന് അള്ളാഹ് തെളിവ് വിളിച്ചു. ബി ഐനി മസ്തദല്ല ബി അല ജവാസുൽ അശരി. ഹഷർ ജായിസാണെന്നതിൻ്റെ മേൽ തെളിവ് പിടിച്ചതിൻ്റെ ഐന് കൊണ്ട് തന്നെ. ഐസുഖാൽ അള്ളാഹ് പറഞ്ഞല്ലോ വഖദ് ഖലഖ്തുക മിൻ ഖബൽ വലം തകുൻ ശൈഅ. ഞാൻ നിന്നെ സൃഷ്ടിച്ച മുമ്പ് നീ ഒന്നുമായിരുന്നില്ല. അമിനാദിൽപ്പെട്ട ഫീ ഖിസ്സത്തി അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം. വലിദാ ഖാല അള്ളാഹ് പറഞ്ഞു ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന സഅത ലാ റൈബ ഫിഹാ. അവരറിയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കരാറ് സത്യമാണ്, ഖിയാമത്ത് നാൾ അതിൽ സംശയമില്ല. അമിനാദിൽപ്പെട്ട ഖിസ്സത്തു അയ്യൂബ് നബിയുടെ ചരിത്രം. വഹിയ ഖൗലു വാതൈന അഹ്ലഹു എന്ന് പറഞ്ഞല്ലോ, നാം അദ്ദേഹത്തിന് അഹ്ലിനെ കൊടുത്തു. അത് വീണ്ടും അള്ളാഹ് ജീവിപ്പിച്ചു കൊടുത്തു എന്നാണ് അവിടെ ചരിത്രം. യദുല്ലു അതറിയിക്കും അലാ അന്നഹു താല അഹ്യാഹും ബാദാൻ മാത്തു എന്നാണ്. അവരെ അള്ളാഹ് ജീവിപ്പിച്ചു അവർ മരിച്ചതിന് ശേഷം. അമിനാദിൽപ്പെട്ടതാണ് മാ അൽഹറല്ലാഹു താല അല യദി. ഈസാ നബിയുടെ മേൽ ഈസാ നബി മുഖേന അള്ളാഹ് വെളിവാക്കിയത് എന്താണത്? മിൻ ഇയാഹിൽ മൗത്ത മരിച്ചവരെ ജീവിപ്പിച്ചല്ലോ. ബി ഐസു ഖാല അദ്ദേഹം പറഞ്ഞു യുഹിയിൽ മൗത്ത്. അള്ളാഹ് പറഞ്ഞല്ലോ യുഹിയിൽ മൗത്ത അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ചു. വഖാല അള്ളാഹ് പറഞ്ഞു വൈദ് തഖ്ലുഖു മിനത് ത്വീനി കൈഹത്തി ത്വയ്രി ബീദിനി ഫതംഫുഖിഹ ഫതകൂനു ത്വയ്റൻ ബീദിനി എന്ന് പറഞ്ഞു സൂറത്തുൽ മാഇദയിൽ. അതായത് അദ്ദേഹം മണ്ണ് കൊണ്ടിട്ട് എന്ത് ചെയ്യും? പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൽ ഊതുമ്പോൾ അതെന്ത് ചെയ്യും? ജീവനുള്ള പക്ഷിയാവും എന്ന് പറഞ്ഞു. വമിൻ അതിൽപ്പെട്ടതാണ് കൗലു അള്ളാഹിൻ്റെ കൗൽ അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖ്നാ മിൻ ഖബൽ വലം തകു ശൈഅ. മനുഷ്യനെ ഓർക്കുന്നില്ലേ നാം അവനെ മുമ്പ് സൃഷ്ടിച്ചതാണെന്ന്, അവനൊന്നുമായിരുന്നില്ല എന്ന്. അപ്പോൾ ഫഹാദായിദ് ഹുൽ ഇഷാറത്തു ഇലാ ഉസൂലി ദലായിലെ അത് അടിസ്ഥാന തെളിവുകളിലേക്കുള്ള സൂചനയാണ്. അല്ലത്തി ദക്കറ അല്ലാഹു തആല അള്ളാഹ് പറഞ്ഞ അടിസ്ഥാന തെളിവുകൾ ഫി കിതാബി അവൻ്റെ കിതാബിൽ അലാ സിഹത്തിൽ ഖൗലിൽ ബിൽ അശ്ർ അശ്ർ കൊണ്ടുള്ള കൗൽ സഹിയാണെന്നതിൻ്റെ മേൽ അവൻ്റെ കിതാബിൽ അള്ളാഹ് പറഞ്ഞ അടിസ്ഥാന തെളിവുകളിലേക്കുള്ള സൂചനയാണിത്. വസയത്തി ഇസ്തിഖ്സാഉ ഫി തഫ്സീരി കുല്ലി ആയത്തിൻ മിൻ ഹാദിൽ ആയാത്തി ഇൻദ റുസൂലി ഇലൈഹ ഇൻഷാ അല്ലാഹു തആല.
ശേഷം പൂർണ്ണമായി പറയൽ ശേഷം വരും ഓരോ ആയത്തും. ഈ ആയത്തുകളിൽ നിന്നുള്ള ഓരോ ആയത്തിൻ്റെയും വ്യാഖ്യാനത്തിൽ ഇസ്തിഖ്സ വിശദമായി പഠിക്കൽ ശേഷം വരുന്നുണ്ട്. ആ ഓരോ ആയത്ത് എത്തുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഉദ്ദേശിച്ചാൽ. സുമ്മ ഇന്നഹു തആല നസ്സഫിൽ ഖുർആൻ, പിന്നെ അള്ളാഹ് ഖുർആനിൽ നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. അല അന്ന മുൻകറൽ ഹശ്രി വൻ നശ്രി, അഷറും നഷറും നിഷേധിക്കുന്ന ആൾ കാഫിറാണ്. അതായത് പുനർജന്മത്തെ നിഷേധിക്കുന്ന ആൾ കാഫിറാണ്. വദ്ദലീലു അലൈഹി, അതിന് തെളിവെന്താണ്? ഖൗലു അല്ലാഹുവിൻ്റെ ഖൗലാണ് വദഖല ജന്നതഹു ളാലിമൻ ലിനഫ്സിഹി ഖാല മാ അളുനു അൻ തബീദ ഹാദി അബദ. അയാളുടെ തോട്ടത്തിൽ കടന്ന് അയാളുടെ ശരീരത്തോട് അക്രമം ചെയ്ത ആളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാവിക്കുന്നില്ല ഇത് നശിക്കുമെന്ന്. അൻ തബീദ ഹാദിഹി, ഇത് കാലാകാലം നശിക്കും ഞാൻ ഭാവിക്കുന്നില്ല. ഒമാലുന്നു സാദ ഖായിമത്താൻ, ഖിയാമത്ത് നാളിനെ ഞാൻ ഭാവിക്കുന്നില്ല. വലൈൻ റുദിത്തു ഇലാ റബ്ബി ലാജിദന്ന ഖൈറ മിൻഹ, ഇനി ഞാൻ അങ്ങോട്ട് എന്നെ മടക്കുകയാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ ഖൈർ കിട്ടും. ഖാല ലഹു സാഹിബു വഹു യുഹാബിറ കഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അയാളോട് അതിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞെന്താണ്? നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ? അപ്പോൾ വജുഹുൽ ഇൽസാമി കുഫ്രി, അപ്പോൾ കുഫറിൻ്റെ ഇൽസാമിൻ്റെ ന്യായം, കുഫറിനെ ഏറ്റെടുക്കുന്നവൻ്റെ ന്യായം അന്ന ദുഹൂല ഹാദശയി ഫിൽ വുജൂദി മുംകിനിൽ വുജൂദി ഫി നഫ്സിഹിന, ഈ വസ്തു ഉണ്ടാകൽ, ഫീൽ വുജൂദിൽ ഈ വസ്തു പ്രവേശിക്കൽ, മുംകിനിൽ വുജൂദാണ് ഫി നഫ്സിഹിൻ, ഉണ്ടാകൽ മുംകിനാണെന്ന്. ഇത് കാരണം ഇത് ലൗകാന മുംതനിൽ വുജൂദി ലമാ വുജുദ ഫി മറത്തിൽ ഊല, അത് ഉണ്ടാകൽ വിലങ്ങപ്പെട്ടതായിരുന്നെങ്കിൽ അത് ആദ്യം ഉണ്ടാകൂലല്ലോ. അപ്പോൾ ഫൈസ് വുജുദ ഫിൽ മറത്തിൽ ഊല, അപ്പോൾ ഒന്നാം വട്ടം അത് ഉണ്ടായപ്പോൾ അലിന നമുക്ക് മനസ്സിലായി അന്നഹു മുംകിനിൽ വുജൂദ് ഫി ദാത്തി, അത് ഫി ദാത്തിൽ അത് മുംകിനിൽ വുജൂദാണ്, ഉണ്ടാകാൻ പറ്റുന്ന വസ്തുവാണ്. പലൗലം യസിഹ ദാലിക മിനല്ലാഹി, അത് അള്ളാഹുവിൽ നിന്ന് ഉണ്ടായിട്ട് സഹി ആയിട്ടില്ലെങ്കിൽ ദല്ല ദാലിക അത് അറിയിക്കും ഇമ്മാല അജ്സി, ഒന്നുകിൽ അള്ളാഹിൻ്റെ അശക്തതയുടെ മേൽ. കാരണം ഹൈസുലം യഖ്ദിർ അല ഇജാദി മാഹുവ ജായിസുൽ വുജൂദി ഫി നഫ്സിഹി, ഫി നഫ്സിൽ വുജൂദ് അനുവദനീയമായ ഒന്നിനെ ഉണ്ടാക്കാൻ അള്ളാഹ് കഴിവായില്ലാത്ത സമയത്ത് അള്ളാഹ് കഴിവില്ല എന്ന് തെളിവ് പറയേണ്ടി വരും. അതുപോലെ ജഹലി, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വിവരമില്ല. ഐസു താസറ അലഹി തമീസു അജ്സായിൽ ബദനി കുല്ലി വാഹിദി മിനൽ മുത്തകല്ലിഫിൻ അജ്സായി ബദൻ മുക്കല്ലഫിൻ ആഖറ. അള്ളാഹ് എന്ത് ചെയ്തു? ഐസു താസറ അലി, അവൻ്റെ മേൽ എന്തായി? ഉദറായി, പ്രയാസമായി. തമീസു അജ്സായി ബദനി കുല്ലി വാഹിദിൻ മിനൽ മുക്കല്ലഫിന, ജനങ്ങളുടെ ഓരോ അവയവങ്ങളുടെയും ജുസുക്കളെ വേർതിരിക്കൽ. അൻ അജ്സായി ബദനിൽ മുക്കല്ലഫി, മറ്റേ മുക്കല്ലഫിൻ്റെ ശരീരത്തിൽ നിന്ന് ഭാഗങ്ങളിൽ നിന്ന് അത് വേർതിരിച്ച് ഒരുമിച്ച് കൂട്ടിയുള്ള അള്ളാഹ്ക്ക് വിവരമില്ലാതെ ആയെന്നും പറയേണ്ടി വരും. വമാൽ ഖൗലു ബിൽ അജ്സി വൽ ജഹ്ലി, അപ്പോൾ അജ്സ് അതുപോലെ തന്നെ ജഹലും എന്ന കൗലോടുകൂടി ലാശു ഇസ്ബാത്തു നുബുവത്ത് സ്ഥിരപ്പെടുത്താൻ സയ്യാകൂലല്ലോ. അപ്പോൾ കാന ദാലിക, അപ്പോൾ ഇത് മൂജിബലിൽ കുഫ്രി ഖത്തൻ, ഉറപ്പായിട്ടും കുഫറിനെ നിർബന്ധമാക്കും. വല്ലാഹു അലം. അൽ മസ്അലത്തു സാനിയ, ഇനി രണ്ടാമത്തെ മസ്അല. ആദിൽ ആയത്തു സരീഖത്തുൻ ഫീ ഖൗലിൽ ജന്നത്തി വന്നാരി മഖ്ലൂഖൈനി. ഇനി ഇത് ഒരുപാട് പറയാനുണ്ട്, ഇനിയും പറയാം, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ രണ്ടാമത്തെ മസാല? ഈ ആയത്ത് സരീഹാണല്ലോ, വ്യക്തമാക്കും. സ്വർഗവും നരകവും മഖ്ലൂഖൈനിയാണ്, അത് രണ്ടും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അമന്നാറു, അപ്പോൾ നരകത്തിൻ്റെ തെളിവ് എന്താ? ഫലിയന്നഹു തആല ഖാല ഫീ സിഫത്തിഹ, നരകത്തെ പറ്റി അല്ലാഹ് പറഞ്ഞല്ലോ, ഉദ്ദത്തുൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടുന്ന. ഫഹാദാ സരീഹുൻ ഫീ അന്നഹ മഖ്ലൂഖത്തൻ, അപ്പോൾ അത് തെളിവാണല്ലോ, ഇത് വ്യക്തമാണ്, അത് മഖ്ലൂക്കാണ്, അള്ളാഹ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടേക്കും. അമൽ ജന്നത്തു, ഇപ്പോൾ സ്വർഗം ഫലിയന്നഹു തആല അള്ളാഹ് പറഞ്ഞല്ലോ, ഫി ഖാല ഫി ആയത്തിൻ ഉഖ്റ, മറ്റൊരു ആയത്തിൽ പറഞ്ഞു ഉദ്ദത്തുൽ മുത്തഖീൻ എന്ന് പറഞ്ഞു, അത് വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു. ഫലിയന്നഹു തആല ഖാല ഹൗന, അള്ളാഹ് ഇവിടെ പറഞ്ഞു വബശിരില്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി അന്നലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അല്ലേ? സന്തോഷ വാർത്ത അറിയിക്കണം, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് അവർക്ക് തോട്ടങ്ങളുണ്ടെന്ന്. വഹാദ ഇഖ്ബാറൻ വുഖി ഹാദൽ മിൽക്കി വഹുസൂലിഹി, ഇത് ഖബർ അറിയിക്കലാണ്, ഈ മിൽക്ക്, ഈ അധികാരം സംഭവിക്കും, അത് ഉണ്ടാകുമെന്ന് ഖബർ അറിയിക്കലല്ലേ. വഹുസൂലിൽ മിൽക്കി ഫിൽ ഹാലി, അപ്പോൾ ഈ അവസ്ഥയിൽ മിൽക്ക് ഉണ്ടാകൽ യഖ്തലി ഉസൂൽ മംലൂക്കി ഫിൽ ഹാലി, അപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ മംലൂക്ക് ഉണ്ടാകണമല്ലോ, അതായത് അധികാരമുള്ളപ്പോൾ അധികാരപ്പെടുത്ത വസ്തു ഉണ്ടാകണം. അപ്പോൾ അതല്ല, അപ്പോൾ അത് അറിയിച്ചു അല അന്നൽ ജന്നത്ത വന്നാറ മഖ്ലൂഖാൻ, സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിയിക്കുന്നുണ്ട്.
അത് മസ്അലത്തു സാലിസ. ഇനി മൂന്നാമത്തെ മസാല ഇലം നീർ അന്ന മജാമിയ ലദാത്തി, സുഖങ്ങളുടെ ഒരുമിച്ച് കൂടൽ, സുഖങ്ങളുടെ മജാമി, അത് സുഖം ലഭിക്കാനുള്ള എന്താണ് കൂട്ടങ്ങൾ ഏതൊക്കെ? ഇമ്മൽ മസ്കൻ എന്ന് വീടാണ്, വമ്മൽ മത്തോ ഭക്ഷണമാണ്, അവിൽ മങ്കഹു അല്ലെങ്കിൽ വിവാഹമാണ്. അപ്പോൾ ഫസവല്ലാഹു തആല അൽ മസ്കന ബി കൗലിഹി. അപ്പോൾ അള്ളാഹ് വീടിനെ പറ്റി അള്ളാഹ് പറഞ്ഞു ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് അവിടെ എന്തുണ്ട്? കൊട്ടാരങ്ങൾ, തോട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. മത്താമിനെ പറ്റി മത്താമിനെ പറ്റി അള്ളാഹ് പറഞ്ഞു കുല്ലമാ റുസിക്കും മിൻഹാ മിൻ സമറത്തിൻ റിസ്കൻ ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, അവർക്ക് എന്ത് ചെയ്യും? ഭക്ഷണം നൽകും എന്ന് പറഞ്ഞു. അവർക്ക് ഭക്ഷണമായിട്ട് നൽകപ്പെടുമ്പോഴെല്ലാം, ഫലം നൽകപ്പെടുമ്പോഴെല്ലാം അവർ പറയും ഇത് മുമ്പ് നൽകപ്പെട്ടതാണല്ലോ. വൽ മങ്കഹിനെ പറ്റി, വിവാഹത്തെ പറ്റി പറഞ്ഞു വലഹും ഫി അസ്വാജ് മുത്ത, അവർക്ക് അതിൽ പരിശുദ്ധയായ സ്ത്രീകളുണ്ടാകുമെന്ന് പറഞ്ഞു. സുമ്മ ഇന്ന അതിൽ അഷിയ, പിന്നെ ഈ വസ്തുക്കൾ ഇതാ ഹസരത്ത്, അത് ഉണ്ടായി. വഖാർനഹ ഖൗഫു സവാലി, ഈ വസ്തു ഇതെല്ലാം ഉണ്ടായി, പക്ഷേ അതുപോലെ തന്നെ എന്താണ്? ഇതൊക്കെ നീങ്ങിപ്പോകുമെന്ന് പേടി അതിനോടുകൂടി യോജിച്ച് വന്നാൽ കാനത്തന ഔമു, അപ്പോൾ ഈ അനുഗ്രഹം മുനഗസ്വാകും, അതെന്താകും? വിഷമകരമാകും. കാരണം എപ്പോഴാണ് നീങ്ങിപ്പോകാമെന്ന് പേടി വരില്ലേ? അപ്പോൾ വയ്യന താല, അപ്പോൾ അള്ളാഹ് വ്യക്തമാക്കി അന്ന ഹാദൽ ഖൗഫ ദായിലുൻ, ഈ പേടി നീങ്ങിപ്പോയി അവരെ തൊട്ട്. എന്താ ഫക്കാലുണ്ടല്ലോ പറയാണ് വഹും ഫിയ ഖാലിദൂൻ, അവരത് ശാശ്വതവാസികളാണ്. അപ്പോൾ സാറത്തിലായത്, അപ്പോൾ ഈ ആയത്തായി ദാലത്തൻ, അത് അറിയിക്കും അലാ കമാലി തനഉമി വസ്സുറൂരി, കണ്ട ആ പരിപൂർണ ആനന്ദം, പരിപൂർണ സന്തോഷത്തിനെ അപ്പോൾ ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. വൽനത്തക്കല്ലമിലാനഫി അൽഫാല്ല, ഇനി അടുത്തത് നമുക്കിനി അടുത്തതിൽ പറയാം. അതായത് ഇനി നമുക്ക് ഇപ്പോൾ സംസാരിക്കാം ആയത്തിൻ്റെ ലഫ്ലുകളിലാണ് സംസാരം, അതിനി ഒരുപാട് നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.